ജോയ്സ് ടിവിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മോടൊപ്പം കടന്നു വരുന്നത് ഷൂബി സിസ്റ്ററാണ്. ആ പ്രിയ സിസ്റ്ററിന്റെ അനുഭവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളാണ് ഉള്ളത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ക്ഷമയോടെ കേട്ടാൽ വളരെ അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവകൃപയാ സന്തോഷമായിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ സ്വയമായി ആരൊക്കെയാണ് കുഞ്ഞുങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായി നമ്മുടെ കേൾവിക്കാരുടെ അനുഗ്രഹത്തിന് വേണ്ടി അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞാല് വളരെ നല്ലതായിരുന്നു. ഓക്കെ, ഞാൻ എന്റെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ആദ്യം തരാം. എന്റെ പേര് ഷൂബി. എന്റെ സ്വന്തം വീട് എറണാകുളം ഡിസ്ട്രിക്റ്റില് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ളൊരു വീട്ടിലാണ് ജനിച്ചത്. യാക്കോബായ എന്ന് പറഞ്ഞാലും അതിൻ്റെതായിരിക്കുന്ന ആ പ്രെയർ ലൈഫിലും അതുപോലെ തന്നെ സ്ട്രിക്റ്റിലൊക്കെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. പിന്നെ എന്റെ ചെറിയ പ്രായത്തില് ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ കാര്യങ്ങൾ പറയാൻ കാരണം നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകണമല്ലോ. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ എന്റെ മമ്മി ഈ ലോകം വിട്ടു പോയി. എനിക്ക് മൂത്ത ഒരു ബ്രദറും എനിക്കൊരു സിസ്റ്ററും ഉണ്ട്. ഞാൻ 3ാമത്തെ ആളാണ്. അപ്പോൾ എനിക്ക് 1.5 വയസ്സുള്ളത് കൊണ്ട് എന്റെ പിതാവിന് ഞങ്ങളുടെ കുടുംബക്കാർ വലിയ കുടുംബക്കാരാ. അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു ഒരു വിവാഹം കൂടെ കഴിക്കണം എന്ന് പറഞ്ഞ് എന്റെ പിതാവ് 2ാമതൊരു വിവാഹം കൂടെ കഴിച്ചു. അതിൽ എനിക്ക് 2 സഹോദരന്മാരുണ്ട്. എന്റെ രണ്ടാനമ്മയും ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും സന്തോഷകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നു. എന്റെ മൂത്ത സഹോദരൻ യാക്കോബ ചർച്ചിലെ ഒരു കപ്പ്യാരായിരുന്നു. അവിടെ നിന്നാണ് കർത്താവിന്റെ സന്നിധിയിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് കടന്നു വരുന്ന എന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അങ്ങനെ പക്ഷെ മൂത്ത ജ്യേഷ്ഠനും വിശ്വാസത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് എന്റെ 14ാമത്തെ വയസ്സിൽ എന്റെ പിതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു. രണ്ടുപേരും വിശ്വാസത്തിലല്ലായിരുന്നു. എന്റെ മാതാവും പിതാവും അവർ മരിക്കുമ്പോൾ വിശ്വാസത്തിലല്ലായിരുന്നു. അവര് രണ്ടുപേരും അങ്ങനെ പോയതിനു ശേഷമാണ് പിന്നെ ഞങ്ങളെ എന്റെ മൂത്ത ബ്രദറാണ് കെയർടേക്ക് ചെയ്യുകയും പിന്നെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഞങ്ങളുടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്റെ അമ്മയുടെ വീട്ടുകാര്, ഫാദറിന്റെ വീട്ടുകാര് എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞങ്ങളെ കെയർടേക്ക് ചെയ്ത് കൊണ്ടുവന്നു. അവൻ പിതാവ് ഉള്ളപ്പോൾ തന്നെ എന്റെ ബ്രദറിനെ വളരെ സ്ട്രിക്റ്റിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഒരു സിനിമയ്ക്ക് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അനുവദിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യമാണ് എന്റെ ജ്യേഷ്ഠൻ സിനിമ കാണാനായിട്ട് പോയത്. അന്ന് വരാൻ വൈകിയപ്പോൾ എന്റെ പിതാവിന് മനസ്സിലായി സിനിമ കാണാൻ പോയതായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വടിയെടുത്ത് നിന്ന് വന്ന ഉടനെ അടിച്ചതായിട്ട് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനന്ന് കുഞ്ഞാ, പക്ഷെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഇതേവരെ തിയേറ്ററിൽ പോയിട്ടില്ലായിരുന്നു. അതുപോലെ മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല. എങ്കിലും ദൈവത്തിന്റെ കൃപയാ എന്റെ സഹോദരനെ ഈ ദൈവഭാഗത്ത് കടന്നു വരുവാനും വിശ്വാസത്തിൽ കടന്നു വരുവാനും സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപിക്കുവാനും ഇന്ന് കുടുംബമായിട്ട് അവര് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അങ്കമാലിയുടെ ദേശത്ത് കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ചേച്ചിയുണ്ട്. ചേച്ചിയും കുടുംബമായിട്ട് അവരും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററായിട്ട് അവരും സേവനം അനുഷ്ഠിക്കുന്നു എറണാകുളത്ത്. 3ാമത് ഞങ്ങള് അടിയനെയും ഇതുപോലെ തന്നെ ഒരു മിനിസ്ട്രി കുടുംബത്തിലോട്ട് ദൈവം എന്നെ അയച്ചു. ഇളയ 2 സഹോദരന്മാരും എന്റെ രണ്ടാനമ്മയും ഉണ്ട്. അവര് വിശ്വാസത്തിലാണോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാ ഭക്തിയിലും എല്ലാ തരത്തിലും മുൻപോട്ട് പോകുന്നു. ലോകപ്രകാരമുള്ള ഒരു തെറ്റായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഇല്ല. അവര് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇളയ ഒരാള് അബുദാബിയിലെ കുടുംബമായിട്ട് താമസിക്കുന്നു. ഇളയാള് തൃശ്ശൂരില് കുടുംബമായിട്ട് താമസിക്കുന്നു. അവന്റെ വൈഫ് ഡോക്ടറാണ്. അങ്ങനെ അവരെല്ലാവരും സന്തോഷകരമായിട്ട് ഞങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. ഇതാണ് എന്റെ ബേസിക് എന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദേവദാസി, കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തില് അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയും അവരുടെ ആത്മീക വർധനവിന് വേണ്ടിയും ഒക്കെ കർത്താവിന്റെ ദാസി ആ അനുഭവ സാക്ഷ്യം ഒന്ന് തന്റെ പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്താൽ.
ഓക്കെ. ഞാൻ 1990 എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. 91 ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഞങ്ങളുടെ ചർച്ചിൽ കടന്നു പോവുകയും അവിടുത്തെ എല്ലാ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ കൺവെൻഷനുകൾക്കും എല്ലാം വളരെ ആക്റ്റീവായിട്ട്, എന്റെ ബ്രദർ ആ കാര്യങ്ങളിലെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ മാതാപിതാക്കളില്ലാതെ വളർന്നു വന്ന കുഞ്ഞായതുകൊണ്ട് എന്റെ ബ്രദർ അതനുസരിച്ച് തന്നെ നല്ലൊരു കെയർ ടേക്കർ ആയിട്ട് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം പോകുകയെല്ലാം ചെയ്യും. അപ്പം എന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ വലിയൊരു ആത്മപ്രേരണ ഉണ്ടായി. ഞാൻ എന്റെ ഈ പ്രായത്തിൽ എന്റെ രക്ഷിതാവിനെ, എന്റെ കർത്താവിനെ കണ്ടുമുട്ടി. പക്ഷെ എന്നെ പോലെ തന്നെ ഒത്തിരി യൗവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇതുപോലെ നിരാശയില്, ദുഃഖങ്ങളില്, പലപ്പോഴും സ്നേഹത്തിന്റെ കുറവിലൊക്കെയും ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ പോയി സുവിശേഷം പറയണമെന്നുള്ളൊരു വാഞ്ച എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഞങ്ങളുടെ പാസ്റ്റർ ആന്റി, ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ അങ്കമാലി പോകുമ്പോൾ എല്ലാവരും കാണുകയും സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുന്നു. ആ ചേച്ചിയോട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഓക്കെ, ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ മോളെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങള് ഒഴിവ് സമയങ്ങളിലെല്ലാം ഞങ്ങൾ കോളേജില്, കാലടി ശ്രീ ശങ്കര കോളേജില്, ആലുവ UC കോളേജില്, അവിടെ എല്ലാം കടന്നുപോയി കുഞ്ഞുങ്ങളുടെ ബ്രേക്കിന്റെ ടൈമിന് ഞങ്ങൾ കടന്നുപോയിട്ട് അവരോടൊക്കെ ഞങ്ങള് സുവിശേഷം ഷെയർ ചെയ്യും, എന്റെ സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഒരു പ്രചോദനമായിട്ടിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഇത്രയെല്ലാം ഉള്ളതായിരിക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഞങ്ങളോട് ഈ സുവിശേഷം പറയുന്നു, അതെല്ലാം ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിത്തീരുന്നെന്ന് അന്ന് അവർ പറഞ്ഞില്ലെങ്കിലും പിന്നീട് പലരും ഫേസ്ബുക്കിലൊക്കെ എന്നെ കണ്ടിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ചേച്ചി അന്ന് വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളും യേശുവിനെ കൂടുതലായിട്ട് കണ്ടുമുട്ടിയിരുന്നത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ കർത്താവിനെ സ്തുതിച്ചു. നമ്മൾ വിതച്ചതായിരിക്കുന്ന വിത്തൊന്നും നഷ്ടപ്പെട്ടു പോയില്ലല്ലോ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും അവർ വളരുന്നുണ്ടല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു ഇതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ കൂടെ, പാസ്റ്റർ ആന്റിയുടെ കൂടെ ഇങ്ങനെ പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ആന്റി എന്നോട് പറയായിരുന്നു, മോളെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ മോള് പ്രാർത്ഥിച്ചോണം. അപ്പൊ എന്റെ ബ്രദർ വിവാഹം കഴിച്ചു, എന്റെ ചേച്ചിയുടെയും വിവാഹം കഴിഞ്ഞു, ഇനി ഞാനാണ്. അപ്പോൾ എന്നോട് പറയുമായിരുന്നു, വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മോളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, അതെല്ലാം ദൈവസന്നിധിയിൽ വെക്കണമെന്ന്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇത്രയും പ്രായമല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോഴേ ഞാൻ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അത് സാരമില്ല, സമയമാകുമ്പോൾ ദൈവം നടത്തും, അപ്പൊ ഇപ്പോഴേ തൊട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ബാഹ്യമായിരിക്കുന്ന സൗന്ദര്യമോ അങ്ങനെയുള്ളതിലൊന്നും അല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനായിരിക്കണം, കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവദാസനായിരിക്കണം, പിന്നെ എന്നെ നല്ലതുപോലെ സ്നേഹിക്കുന്ന, എന്റെ മാതാപിതാക്കൾ സ്നേഹിക്കുന്ന പോലെ, എന്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ, അതുപോലെ തന്നെ മുമ്പോട്ട് എന്നെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവായിരിക്കണം. പിന്നെ എനിക്ക് മാതാപിതാക്കൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ ഭർത്താവിന്റെ വീട്ടിലെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണമെന്ന്. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അധിക സമയമൊന്നും എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നില്ല സഹോദരി. ദൈവത്തിന്റെ കൃപയാല് 93 ഡിസംബർ മാസം 28 ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കണം ഇടയായി. അതും ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ. കാരണം ഞാൻ ഇതിനൊക്കെ വേണ്ടി ഞങ്ങളുടെ ചർച്ചില് ഒരു ദിവസം ഇതുപോലെ ഹോൾ നൈറ്റ് പ്രയർ നടക്കുമ്പോൾ ഒരു രാത്രി 1-1:30 മണിയായി കാണും. ആ സമയത്ത് എല്ലാ വിഷയങ്ങളും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും ഓരോ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രാർത്ഥിക്കാനായിട്ട് പാസ്റ്റർ ഒരു വിഷയം പറഞ്ഞു, അത് നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിൽ നിന്ന് ആരെങ്കിലും നോർത്ത് ഇന്ത്യക്ക് വേലയ്ക്ക് വേണ്ടി വിടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊന്നും ഞങ്ങളുടെ സഭയിൽ നിന്ന് ആരും നോർത്ത് ഇന്ത്യക്ക് പോയിട്ടില്ല, ആരും അങ്ങനെ ഒരു മിനിസ്ട്രിക്ക് ഒന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഒതുങ്ങി കൂടി നിൽക്കുന്നവരാ. അപ്പൊ അങ്ങനെ ആ വിഷയം സംസാരിച്ചപ്പോൾ ആരും ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് ഭയങ്കര ഹേമിപ്പിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കുന്നു. ഞാൻ അതുവരെ മറ്റുള്ളവരുടെ മുമ്പില് പൊതുവായിട്ട് ഞാൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അന്ന് ആ സമയത്ത് രാത്രി 1:30 മണി സമയമായപ്പോൾ ഈ വിഷയം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അറിയാതെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി, ഞാൻ അറിയാതെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല നോർത്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടെന്നോ എങ്ങനെയാണെന്നോ അവിടുത്തെ ഭാഷ എന്തുവാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്തോ ദൈവാത്മാവ് എന്നെ കുറിച്ച് നേരത്തെ ചിന്തിച്ചിരുന്ന് കാണും, എന്നെ നോർത്ത് ഇന്ത്യക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കാനായിരിക്കുമെന്ന്. ഞാനതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കി ദൈവപ്രവൃത്തി. അന്ന് ഞാൻ ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഒരു ദിവസം ഡിസംബർ മാസത്തിന്റെ ഫസ്റ്റ് വീക്കില് ദേവദാസൻ ആ സമയത്തും നോർത്ത് ഇന്ത്യയില് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അന്ന് പെണ്ണ് കാണാൻ കരുതി ഒന്നും വന്നതൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ. എന്റെ ബ്രദറും പാസ്റ്റർ ആണല്ലോ. അങ്ങനെ വന്നു സംസാരിച്ചു. എന്നെ കണ്ടപ്പോൾ എന്നോട് സംസാരിച്ചു, മുൻപോട്ടുള്ള ഭാവിയെ കുറിച്ച് ചോദിച്ചു, നോർത്ത് ഇന്ത്യയെ കുറിച്ച് മിനിസ്ട്രി ചെയ്യുവാനായിട്ടുള്ള താല്പര്യം ഉണ്ടോ ഒക്കെ എന്ന് ചോദിച്ചപ്പോ ഞാൻ എല്ലാത്തിനും യെസ്, നമ്മുടെ നിഷ്കളങ്കമായ രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞു. പക്ഷെ അതിനുശേഷമാണ് പിന്നെ എന്റെ ബ്രദറുമായിട്ട് എന്റെ
അച്ചാച്ചൻ സംസാരിക്കുന്നതും എന്റെ ബ്രദർ അതിന് വഴങ്ങി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ആ മാസത്തിൽ തന്നെ 93 ഡിസംബർ മാസത്തിൽ 1 മാസം കൊണ്ട് ഞങ്ങളുടെ പെണ്ണ് കാണലും എൻഗേജ്മെന്റും വിവാഹം ഒക്കെ നടന്നു. അതൊക്കെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിട്ട്, ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാളൊക്കെ വളരെ അധികം നിലയിൽ എനിക്ക് നല്ലൊരു ദൈവദാസനെ ദൈവം എനിക്ക് ദാനമായിട്ട് തന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഇപ്പോഴും ഉണ്ട്. എന്നെ ഒരു മകളെ പോലെ അവർ സ്നേഹിക്കുന്നു. ഞാനും അതുപോലെ തന്നെ അവരെ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്നു. അവര് കേരളത്തിലാണ്, അനിയനും ഫാമിലി ഉണ്ട്, അവരുടെ കൂട്ടത്തിൽ അവർ താമസിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോയി. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനുവരി മാസം 94 ജനുവരി മാസം ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ ഒറീസയുടെ പ്രദേശത്തോട്ട് കടന്നുപോയി. കാരണം അച്ചാച്ചന്റെ 2 സഹോദരിമാർ അവിടെയുണ്ട്. അവര് രണ്ടുപേരും ശുശ്രൂഷയുള്ള ബന്ധത്തിലും ജോലിയോടുള്ള ബന്ധത്തിലുമാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ വിവാഹത്തിന് അവർക്ക് കടന്നു വരാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് അവർ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ അവിടെ കടന്നുപോയി. ഫെബ്രുവരി മാസം 4-ാം തീയതി 94 ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ മധ്യപ്രദേശിലോട്ട് കടന്നു പോകുന്നത്. അവിടെ ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രത്ലാം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ്. അത് ഒത്തിരി വലിയ ഡിസ്ട്രിക്റ്റ് അല്ല, എന്നാലും അത്യാവശ്യം ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ അധികമായിട്ട് അങ്ങനെ ആരും വിശ്വാസികളായിട്ടൊന്നും ഇല്ലായിരുന്നു. മലയാളികൾ ഇപ്പൊ ഒത്തിരി മലയാളീസ് ഒക്കെ ഉണ്ട്, എന്നാലും വളരെ കുറവുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. കർത്താവിന്റെ ദാസൻ വീട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കൂടുതലും ഞങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കടന്നുപോയി ശുശ്രൂഷയ്ക്കൊക്കെ കടന്നു പോകുമായിരുന്നു. അപ്പൊ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ദേവദാസൻ അവിടെ കടന്നുപോയി 3 മാസം കൊണ്ട് ദേവദാസൻ ഹിന്ദി പഠിച്ചു. എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല. ഞങ്ങളപ്പം ഗ്രാമത്തില് ഇങ്ങനെ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അവിടുത്തെ ആദ്യമായിട്ടൊക്കെ അവരെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ, അവിടെ വസ്ത്രധാരണം, അവരുടെ ആഭരണങ്ങള് എല്ലാം ഈ ചെമ്പ് വെള്ളി എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വലിയ കട്ടിയിലുള്ള ആഭരണങ്ങളൊക്കെ കഴുത്തിലും കാതിലും കയ്യിലും ഇവിടെ തൊട്ട് ഇവിടെ വരെ കാലില് അവരുടെ ഇല്ലാത്ത സ്ഥലമില്ല. പിന്നെ ഒരു ഗ്രാമക്കാരെല്ലാവരും ഒരേ സെയിം ഡ്രസ്സ് ധരിക്കുന്നു. അവര് വല്ലാത്തൊരു സ്മെല്ല്, ഈച്ചകയായിട്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഒത്തിരി വളരെ ഞാൻ ബുദ്ധിമുട്ടി. പക്ഷെ എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചു. വചനത്തിൽ പറയുന്ന പോലെ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, യഹൂദരെ നേടേണ്ടതിന് ഞാനും യഹൂദരെ പോലെ ആകേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ ആവേണ്ടി വന്നു. അവരുടെ ഒപ്പം പോകുവാനും പിന്നീടൊക്കെ അവരോടൊപ്പം താമസിക്കുവാനും. അവരുടെ റൂമിലെ പശുവിനെ ആടിനൊക്കെ എരുമയൊക്കെ കാണും. അതിനോട് തൊട്ടടുത്തായിരിക്കും അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമുക്ക് തരുന്നത്. പക്ഷെ അത് കഴിക്കാതെ നമുക്ക് പോരാനും പറ്റത്തില്ല. അവര് തരുന്ന പാൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഗ്ലാസ്സിൽ നിറച്ച് അവര് പാല് കൊണ്ടുതരും. നല്ല മധുരമൊക്കെ ആയിട്ട് മീതെങ്ങനെ പാടയെല്ലാം പൊന്തിക്കിടക്കുന്നു. പക്ഷെ അതിന്റെ മീതെ ഒരു 100 ഈച്ചെങ്കിലും വന്നിരിക്കും. ആദ്യത്തെ ദിവസം പോയി ഞാനത് കുടിച്ചിട്ട് പോകുന്ന വഴിക്ക് ഞാനത് ഛർദ്ദിച്ചു കളഞ്ഞു. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവരും ദൈവത്തിനെ വേണ്ടി നേടാനാണ് ഞങ്ങൾ അവിടെ കടന്നുപോയി ശുശ്രൂഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം. അങ്ങനെ ഒരു ദിവസം വളരെ ദിവസങ്ങൾ ഞങ്ങൾ അങ്ങനെ നാളുകൾ കടന്നുപോയി. പിന്നെ അവിടെ പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആന്ധ്രക്കാരി, ഒരു നേഴ്സ് ആന്റി ഉണ്ട് അവരുടെ ഗ്രാമത്തിൽ. ആ ആന്റിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലോട്ട് കടന്നു പോകുന്നത്. ആ ഗ്രാമം എന്ന് പറയുന്നത് വളരെ ദൂരം, ഈ 2 സൈഡ് വയലായിരിക്കും. അതിന്റെ നടുക്ക് കൂടെ ഇങ്ങനെ നടന്നു പോകണം അവരുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ ഈ ആന്റി വളരെ ഹിന്ദിയിൽ എന്തൊക്കെയോ ദേവദാസനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം അവരുടെ മുഖഭാവവും ആംഗ്യവും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്നുള്ള കാര്യം. എങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇറങ്ങി പോരുന്ന വഴിക്ക് അച്ചാച്ചൻ എന്നോട് ചോദിച്ചു, അടികൊള്ളാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് സംഗതി പിടിയിട്ട് ഇവര് സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അടികൊള്ളാൻ അങ്ങനെ പേടിയൊന്നുമില്ല, ദൈവനാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനല്ലേ ഇറങ്ങി തിരിച്ചത്, അടികൊള്ളാനൊന്നും പേടിയില്ല. അങ്ങനെ ഞങ്ങൾ പോയി. അന്ന് ഞങ്ങളെ തല്ലാനൊക്കെ ആയിട്ട് വടിയും ആളും ഒക്കെ ആയിട്ട് 2 സൈഡിലും ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട്, ഞങ്ങളൊന്നും അറിയുന്നില്ല. ഞങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങളിങ്ങനെ പോയി അവിടെ ചെന്നു. അവരുടെ വീട്ടിൽ നിന്ന് പൗലോസിനെ കുറിച്ച് അന്ന് ദേവദാസൻ അവരോട് മെസ്സേജ് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് മെസ്സേജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവർ ഞങ്ങളോട് പറഞ്ഞു, അധികം സമയം ഇവിടെ ഇരിക്കേണ്ട, നിങ്ങൾ പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഞങ്ങൾ പെട്ടെന്നൊക്കെ പോന്നു കഴിഞ്ഞപ്പോഴും എന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടാൻ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായ സംഗതി എന്തോ പന്തികേടുണ്ട്, എന്തൊക്കെയോ സംതിങ് റോങ്. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോന്നു. അവിടെ വന്നിട്ട് ഞങ്ങളെ പറഞ്ഞ ബസ്സിനാ പോകുന്നത്. അന്ന് ഞങ്ങൾ ബസ് കയറി അവിടെ നിന്ന് വിടുന്നത് വരെ എന്റെ ഹാർട്ട് ബീറ്റ്സ് ഭയങ്കരമായിട്ട് നടക്കുമായിരുന്നു. ബസ് അവിടെ നിന്ന് വിട്ടതിന് ശേഷം അവിടെ നിന്ന് കയറി പിന്നെ ഒരു 40 കിലോമീറ്റർ ദൂരമാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. അവിടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് വളരെ ഒരു ആശ്വാസം തോന്നിയത്, കർത്താവെ ഇന്ന് നീ രക്ഷിച്ചല്ലോ എന്ന്. അങ്ങനെ പിന്നീട് അവരിൽ നിന്ന് ഇതിന്റെ ഇടയ്ക്ക് ഒത്തിരി സ്റ്റോറീസ് ഒക്കെ ഉണ്ട്, ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഞങ്ങളെ തല്ലുവാനൊക്കെ ആയിട്ട് 2 സൈഡിലും പതിയിരുന്നവരുടെ മധ്യത്തിൽ നിന്ന് ചില പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ അവർ കടന്നു എന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളെ തല്ലുവാനൊക്കെ ആയിട്ട് 2 സൈഡിലും ഇരുന്നുവെങ്കിലും അവർ
അവര് പറയുന്നത് ഏതോ ഒരു ശക്തി ഞങ്ങളെ പിടിച്ചിരുത്തി ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റിയില്ല. അപ്പൊ അവര് വിചാരിച്ചു ഞങ്ങൾ തിരിച്ചു വരുമ്പം എന്തെങ്കിലും ചെയ്യാമെന്ന്. പക്ഷെ തിരിച്ചു വരുന്ന സമയത്തും അവർ അങ്ങനെ തന്നെ വിചാരിച്ചെങ്കിലും അവർക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ സേവിക്കുന്ന ദൈവം ഒരു സാധാരണക്കാരനല്ല, അതൊരു സത്യദൈവമാണെന്നും ഈ ബ്രഹ്മാണ്ടത്തെ മൊത്തം സൃഷ്ടിച്ച ദൈവമാണെന്ന് അവർക്ക് മനസ്സിലാക്കിയപ്പോ അവർ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവസന്നിധിയിൽ അവർ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള മുമ്പോട്ട് പോയി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അപ്പോൾ മൂത്തതായിട്ട് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായിട്ട് തന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഞങ്ങളുടെ ഭവനത്തിലൊന്നും ഒന്നിനും കുറവില്ല. പക്ഷെ ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങളുടെ ഭവനത്തിൽ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ എവിടെയായിരുന്നോ, എങ്ങനെ ഞങ്ങൾ കഷ്ടപ്പാടിൽ കൂടെ പട്ടിണിയിൽ കൂടെ ഒക്കെ നടന്നു എന്നും ഞങ്ങൾ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. അവരൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ നല്ല ശ്രേഷ്ഠകരമായ രീതിയിൽ നടക്കുവാന്ന്. പക്ഷെ ദൈവസന്നിധിയിൽ നമുക്ക് അങ്ങനെയല്ലേ, ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, കർത്താവിന്റെ വേലയ്ക്കായി ഞങ്ങളെ വിളിച്ചു. എല്ലാം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കേരളത്തില് നല്ല ശുശ്രൂഷകളും നല്ല പൊസിഷൻ എല്ലാം തരാമെന്ന് കർത്താവിന്റെ ദാസനോട് പറഞ്ഞിട്ട് അതെല്ലാം വിട്ടുകൊണ്ടില്ല. നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി മണ്ണിനെയും ചെതലിനെയും മരത്തെയും മൃഗത്തെയും ഒക്കെ പൂജിക്കുന്നതോട് അടുത്തു പോയി യേശു സത്യദൈവമാണെന്ന് വിളിച്ചു പറയണമെന്നുള്ള ആ ഒരു മനസ്സിന്റെ ഭാരത്തോടുകൂടെ നോർത്ത് ഇന്ത്യക്ക് മിനിസ്ട്രിക്ക് കടന്നുപോയിട്ട് അവിടെ ചെന്ന് അല്പം കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും. അതെല്ലാം ദൈവനാമത്തിന് വേണ്ടി സഹിക്കും. ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. എന്ത് സംഭവിച്ചാലും പട്ടിണി കിടന്നാലും പിറുപിറുക്കാതെ ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മൂത്ത മകളെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും വേണ്ടതുപോലെ ഭക്ഷിക്കുവാനോ വേണ്ടതുപോലെ ഉള്ളതായിരിക്കുന്ന ആഹാര ക്രമീകരണങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാനിത് പറയുന്നതിന് സാരം എന്ന് ചോദിച്ചാൽ പലരും ഇപ്പോഴും ആദ്യമായിട്ടൊക്കെ പുതിയതായിട്ട് നോർത്ത് ഇന്ത്യയിലോട്ട് മിനിസ്ട്രിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു പല ദേശങ്ങളിലോട്ട് മിനിസ്ട്രിക്ക് പോകുന്നു. അപ്പൊ അവര് വിചാരിക്കും ഞങ്ങൾക്ക് നാട്ടിലെ പോലെ ഭക്ഷിപ്പാനില്ലല്ലോ, നാട്ടിലെ സാധനങ്ങളില്ലല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. മൂത്ത 2 കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടായി. ഇളയ കുഞ്ഞുണ്ടായത് മൂത്ത കുഞ്ഞിനെക്കാട്ടി 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ മൂത്ത 2 കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ കഷ്ടപ്പാടുണ്ടായത്. പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരും ജനിച്ചപ്പോഴും എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അവർക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യം ദൈവം അവർക്ക് കൊടുത്തു. ഒരു രോഗമോ പ്രയാസമോ ഒന്നുമില്ലാതെ ദൈവം അവരെ നടത്തി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ മാനിക്കുന്ന ദൈവം. എനിക്ക് ഡോക്ടറൊക്കെ കാണുമ്പോൾ ഡോക്ടർ പറയും ഹീമോഗ്ലോബിന് ഇതേവരെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടില്ല ഹീമോഗ്ലോബിന് കുറവുണ്ട്. ഞാൻ മോളെ പ്രഗ്നന്റ് ആയി ലാസ്റ്റ് ടൈമിൽ എന്നോട് പറയുമായിരുന്നു കുഞ്ഞിന് ഇച്ചിരി വെയിറ്റ് കുറവാണ് കേട്ടോ, ഇച്ചിരി വെയിറ്റ് കൂട്ടണം എന്നിങ്ങനെ പറയുമായിരുന്നു. അതല്ലാതെ ദൈവം എനിക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ നോർമൽ ഡെലിവറി 2 ഡെലിവറി നാട്ടിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലോട്ട് കടന്നു വന്ന് എനിക്ക് ഒത്തിരി ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ കടന്നു വരേണ്ടി വന്നെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ മൂത്തൊരു മോള്, രണ്ടാമത്തെ ഒരു മോന് ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. അവരും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലൊക്കെയും അവർ ഞങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ മിനിസ്ട്രികൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. 1999 ഓഗസ്റ്റ് മാസം 1-ാം തീയതി അന്ന് ഞങ്ങളുടെ മോൾക്ക് 5.5 വയസ്സുണ്ട്. അന്ന് ഞങ്ങൾ ഇതുപോലെ ഒരു ഗ്രാമത്തില്, അവിടെ നിന്ന് ഇതുപോലെ 45 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗ്രാമത്തില് ഞങ്ങള് വർക്കിന് വേണ്ടിയിട്ട് പോവുക. അപ്പൊ ഞങ്ങളുടെ തന്നെ ജീപ്പുണ്ട്, ഞങ്ങൾ അതിനാ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്ന കുറച്ച് സഹോദരങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം അവര് ഒരാള് ഫ്രണ്ടില്, എന്റെ അച്ചാച്ചൻ തന്നെ വണ്ടി ഓടിക്കുന്നു, ഒരാൾ ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ നടുക്കിരിക്കുന്നു, 2 സൈഡിലും എന്റെ 2 കുഞ്ഞുങ്ങളും ഇരിക്കുന്നു, പുറകിലും ചില സഹോദരന്മാർ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പൊ മോള് പറഞ്ഞു മോക്ക് പാട്ടൊക്കെ കേൾക്കുന്ന നല്ല ഇഷ്ടം. അപ്പൊ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുക. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഞങ്ങള് കോൾഡ് ഡ്രിങ്ക്സ് എല്ലാം മേടിച്ചുകൊണ്ട് പോയി. അപ്പൊ മോൾ അതിൽ നിന്നൊക്കെ ഇച്ചിരി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പയുടെ തൊട്ട് പുറകിലെ സീറ്റിലാണ് പെൺകുഞ്ഞിരിക്കുന്നത്, ഗ്ലാസിനോട് ചേർന്ന്. അങ്ങനെ ഇരിക്കുമ്പോ മോളി പാട്ടൊക്കെ കേട്ട് കുറെയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മോള് പറഞ്ഞു പപ്പ ഇനി ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു ഓക്കെ മോളെ എന്നാ മോൾ ഉറങ്ങിക്കോ. കുഞ്ഞിങ്ങനെ അത്രയും പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പിന്നെ വണ്ടി മുമ്പോട്ട് എടുത്തപ്പോഴത്തേനും ഞങ്ങളുടെ വണ്ടി വലിയതായിരിക്കുന്ന ഒരു കുഴിയിലോട്ട് പോകാൻ തക്കൊണ്ട് ഇടയായി. അപ്പം അച്ചാച്ചൻ പറയുന്നത് ഞാൻ മുൻപോട്ട് ഓടിക്കുന്നുണ്ട്, പക്ഷെ എന്റെ കണ്ണിന് എന്നോ ആരോ കെട്ടിവെച്ചതുപോലെ കണ്ണിന് അന്ധമായി പോയി. റോഡ് കാണുന്നില്ല, എവിടെയാണ് വഴിയെന്ന് കാണുന്നില്ല. ടയർ ഫ്രണ്ട് വീല് പുറത്തോട്ട് പോയി റോഡിന്റെ, പക്ഷെ അവിടെ നിന്ന് മേലോട്ട് എടുക്കാൻ തക്കവണ്ണം ദേവദാസന് കഴിയുന്നില്ല. കാരണം നമുക്കറിയാം ഈ വില്ലേജിലോട്ടുള്ള റോഡൊക്കെ നാരോ റോഡുകളാണ്. ഇങ്ങനെ ഇത്രയും ഇത് ഒറ്റ വണ്ടി പോകാനുള്ള ഇതേ കാണത്തുള്ളൂ, പിന്നെല്ലാം ഇങ്ങനെ താഴോട്ട് പോകുന്ന ഇങ്ങനെ വഴികളാണ്. അപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി പോകും. അതങ്ങനെ ഞങ്ങളുടെ വണ്ടി മറിഞ്ഞു ഒരു വലിയൊരു മരത്തെ ചെന്ന് തട്ടി അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പുറകിൽ അപ്പൊ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. ആ വഴികൾ ബസ്സുകൾ വളരെ കുറച്ച് ഓടുന്ന ഒരു റൂട്ടാ, പക്ഷെ എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ഒരു ബസ്സുകാർ വരുന്നുണ്ടായിരുന്നു. അവര് ഞങ്ങൾ വന്ന് കണ്ട് ബസ്സുകാര് ദൈവത്തിന്റെ ആത്മാവ് അവരോട് കേമിപ്പിച്ച് കാണും. അവരെല്ലാവരും ബസ്സുകാരെ ഇറങ്ങി ഞങ്ങളെ വന്ന് വിളിച്ച് അവിടെ നിന്ന് എടുപ്പിച്ചു.
അപ്പോഴത്തേനും വണ്ടി മൊത്തം പോയി. ഡ്രൈവർ സീറ്റിലിരുന്ന് വണ്ടി കണ്ടു കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഡ്രൈവർ മൊത്തം പോയി, ഇനി ഇല്ല. പക്ഷെ ദേവദാസിന് ഒരു പോറലും ഇല്ല, എനിക്കൊരു പോറലും പറ്റിയില്ല, കുഞ്ഞിനൊരു പോറലും ഇല്ല, ഈ സഹോദരങ്ങൾക്കൊന്നും ഒരു പോറലില്ല. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളുടെ മോളെ കാണുന്നില്ല. മോൾ എവിടെയാണ്? അപ്പൊ മോള് നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. 5.5 വയസ്സുള്ള സുന്ദരിയായിരിക്കുന്ന ഒരു കുഞ്ഞ്, മുഖമെല്ലാം വികൃതമായി, ആകെ ഒരു ഇതായി. കുഞ്ഞി സൈഡിൽ ഇരുന്നത് കൊണ്ട് ഈ സൈഡില് ജീപ്പിന്റെ ഗ്ലാസ് വന്നിട്ട് ഇവിടെ അത് കയറിയിട്ട് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ ഇങ്ങനെ മൊത്തം പൊളിഞ്ഞിട്ട് ഇവിടെ നിന്ന് എല്ലാം മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു. ഇവിടത്തെ ഇത് മൂക്കിന്റെ ഇവിടത്തെ ക്ലെവിക്കൽ ഫ്രാക്ചർ, കാലിന് ഫ്രാക്ചർ എല്ലാമായിട്ട് കുഞ്ഞ് ആകെ അവശത. ഞങ്ങൾ വിചാരിച്ചു പോയി, ഇനി കിട്ടത്തില്ല. അങ്ങനെ ആ ബസ്സുകാരൻ ഞങ്ങളെ അവരിൽ നിന്ന് കയറ്റിക്കൊണ്ട് ഞങ്ങൾ അവിടെ തൊട്ട് ഒരു 10 കിലോമീറ്ററോട് കൂടെയുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുചെന്നു. അവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഡോക്ടർമാരില്ല, നഴ്സും, ഉച്ച സമയമല്ലേ, അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പൊ അവരും ഇല്ല. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ദേവദാസൻ പറഞ്ഞു സാരമില്ല. അവിടെ ഒരു പരിചയമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റർ, ഒരു ക്രിസ്ത്യൻ ലേഡിയാ. അപ്പൊ അവരെ വിളിച്ചുവിട്ട് വരാൻ പറഞ്ഞു പെട്ടെന്ന്. അപ്പോഴത്തേനും ആളുകളെല്ലാം വന്നു കൂടി, ഗ്രാമക്കാരെല്ലാവരും ഓടിക്കൂടി. ആ സിസ്റ്ററോട് പറഞ്ഞപ്പോ സിസ്റ്റർ പറഞ്ഞു, അയ്യോ ഇങ്ങനെയുള്ള കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഉടനെ രത്ലാമിലോട്ട് കൊണ്ടുപോയിക്കാറാൻ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഈ അവസ്ഥയിൽ ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിന്, കാരണം കുഞ്ഞിന്റെ രക്തം മൊത്തം പോയിക്കൊണ്ടിരിക്കുക, ഇവിടെ മൊത്തം മുറിഞ്ഞ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടത്തെ ബ്ലഡ്, കുഞ്ഞിന്റെ കണ്ണെല്ലാം ഇതുപോലെ രണ്ട് ഇതായി കറുത്ത്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങളുടെ മോളെ എന്ന് വിളിക്കുമ്പോൾ എന്നുള്ളതായിരിക്കുന്ന ഒരു സൗണ്ട് മാത്രമല്ല, അതൊന്നുമില്ല. എന്റെ ഡ്രസ്സ്, അച്ചാച്ചന്റെ ഡ്രസ്സ് എല്ലാം രക്തം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ആകെ വല്ലാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ ആരും ഇല്ല, ഞങ്ങൾക്ക് ആകെ എന്ത് ചെയ്യാം. പിന്നെ അവർ ഒരു കണക്കിന് പറഞ്ഞ് ഗ്ലൂക്കോസ് ബോട്ടിൽ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ജീപ്പുകാർ അവിടെ നിന്ന് തന്നെ പറഞ്ഞ് ഞങ്ങളെ രത്ലാമിലോട്ട് ഞങ്ങൾ അയച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കയറിയ ജീപ്പുകാര് ചന്ദനത്തിരിയെല്ലാം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പില്. അന്നേരം പാസ്റ്റർ ചോദിച്ചു, ഇതെന്തിനാ കത്തിച്ചു വെച്ചിരിക്കുന്നത്? അന്നേരം പറഞ്ഞു, നിങ്ങളുടെ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം പറഞ്ഞു, അതെല്ലാം കത്തിച്ചു കളഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, കർത്താവാണ് ഞങ്ങൾ ഈ ദേശത്ത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അയച്ചതെങ്കിൽ എന്റെ കുഞ്ഞിനെ നൽകി തരുവാനും ദൈവം, എന്റെ കുഞ്ഞിനെ ജീവൻ നൽകി തരുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ സാത്താന്റെ ഇതായിരിക്കുന്ന ശബ്ദം കർത്താവിന്റെ ദാസന്റെ ചെവിയിൽ മന്ത്രിച്ചു, നീ ഒത്തിരി ഉറക്കെ പ്രസംഗിക്കുന്നവനല്ലേ, നീ ഒത്തിരി ഇവിടെ നിന്ന് ഒത്തിരി ആൾക്കാരെ നീ മാനസാന്തരത്തിലോട്ട് നയിച്ചതല്ലേ, എന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതല്ലേ, ഇനി നീ നോക്ക് നിന്റെ കുഞ്ഞിനെ ആര് രക്ഷിക്കുമെന്ന്, നിന്റെ കുഞ്ഞ് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നീ നോക്ക്. ദേവദാസൻ ആ സമയത്ത് തന്നെ ഭാവിൽ ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു, എന്റെ കുഞ്ഞിന്റെ ഒരു തുള്ളി ചോര എവിടെ വീണിട്ടുണ്ടോ അവിടെ അനേകായിരങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് സാത്താനോട് വാദിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങനെ ആരാധിച്ച് ഞങ്ങൾ കർത്താവിനെ വരെ കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു വ്യക്തിയോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അവരുടേതായിരിക്കുന്ന അവരുടെ ഡോക്ടേഴ്സ്, അവരുടെ നഴ്സുമാര് മൊത്തം ഹോസ്പിറ്റലിൽ നിറഞ്ഞു. കുഞ്ഞിനെ വാർഡിലോട്ട് കയറ്റി അവര് പച്ചയ്ക്ക് ഈ കുഞ്ഞിന്റെ, അപ്പം അവിടെ ഒരു മലയാളി നേഴ്സുണ്ട് ഈ ഹോസ്പിറ്റലില്. അന്നേരം ആ ആന്റി ഞങ്ങളോട് പറയാൻ, ഇതെല്ലാം പച്ചയ്ക്ക് അവര് കുത്തി കെട്ടുമായിരുന്നു, ഒരു ദയയും തോന്നാതെ. അതുപോലെ ഈ പുറകിലുള്ള മുറിവ് അവർ കാണുന്നതില്ല, മുടി ഉണ്ടായിരുന്നത് കൊണ്ട്, കുഞ്ഞിന് നല്ല മുടി ഉണ്ടായിരുന്നു, ആ മുടി ഉള്ളത് കൊണ്ട് ഇവർ കാണുന്നില്ല. അവരോട് പറഞ്ഞു പുറകിലും മുറിവുണ്ട് നോക്കണമെന്ന്. പക്ഷെ പില്ലോ വെച്ചിട്ടുണ്ട്, ഈ രാത്രി തോറും ഈ പില്ലോ മാറ്റിക്കൊണ്ടിരിക്കുക, പില്ലോയിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ മുറിവ് അവർ നോക്കുന്നില്ല. കുഞ്ഞിനാണെങ്കിൽ ഓക്സിജൻ ഇട്ടേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഡോക്ടേഴ്സ്, കുഞ്ഞുങ്ങളെ നോക്കുന്ന വേറെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പം അവര് കൂടെ അവിടെ വന്നു. അപ്പൊ അവര് പറഞ്ഞു, ഫാദറെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ശരിയാകത്തില്ല, ഒന്നുകിൽ നിങ്ങൾ ഇൻഡോറിലോട്ട് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ അഹമ്മദാബാദിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഇൻഡോർ ആണ് കുറച്ചും കൂടെ അടുത്ത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ ഞങ്ങൾ കുഞ്ഞിനുമായി ഞങ്ങള് ഇൻഡോറിലോട്ട് പോയി. അവിടെ ഇൻഡോർ കോക്കത്താസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ ഉടനെ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി സൈൻ ചെയ്യിപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ അവിടെ കുഞ്ഞിന് ചെയ്തു. അവര് ഇവിടെ തന്നെ ഒരു 250 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറകിലും 250 സ്റ്റിച്ചസ്. ഇവിടത്തെ എല്ല് പൊട്ടി മൂക്കിങ്ങനെ പതിഞ്ഞു പോയി. ഇവിടത്തെ ക്ലെവിക്കൽ ഫ്രാക്ചർ, അപ്പൊ കൈ ഫ്രാക്ചർ ഇട്ടിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു അവസ്ഥയിൽ ജീവൻ മരണ പോരാട്ടത്തില് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എങ്കിലും ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങൾ വെടിഞ്ഞില്ല. കർത്താവിനോട് ഞങ്ങൾ പറഞ്ഞു, കർത്താവ് നീയാണ് ഈ പൈതലിനെ ദാനമായി തന്നത്, കർത്താവ് തന്നെ ഇവിടെ സൂക്ഷിക്കണം. അങ്ങനെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലോചന അവളുമേൽ കുഞ്ഞായിരുന്നപ്പോ തൊട്ടുണ്ട് ഇവള് വലിയൊരു കർത്താവിന്റെ വേല ചെയ്യുന്നവളാകുമെന്നും, ഇവള് 10 വയസ്സുള്ളപ്പോൾ മുതൽ കീബോർഡ് വായിച്ച് ഇവള് വളരെ ഒരു വർഷിപ്പ് ലീഡർ ആകുമെന്നും, ദൈവത്തിന് വേണ്ടി അനേക രാജ്യങ്ങളിൽ ഇവള് സന്ദർശിക്കുമെന്നൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളതാ. അപ്പൊ ആ വാഗ്ദത്ത കുഞ്ഞിനെയാണ് നശിപ്പിച്ച് കളയുവാൻ ശത്രു ശ്രമിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇൻഡോറിലാണെങ്കിലും ഞങ്ങൾ
ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലുള്ള സൗകര്യങ്ങൾ, ഞങ്ങളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഞങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടുത്തെ ഒരു ആന്റി, ഒരു മലയാളി ആന്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു രക്തബന്ധവുമില്ല, ആത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ. ആന്റി ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഇൻഡോറിൽ പോയപ്പോൾ ആന്റിയെ കണ്ടു സംസാരിച്ചു. ആന്റി അസുഖമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അസുഖമായിട്ട്. എങ്കിലും ആ ആന്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി. ആന്റിയെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കിട്ട്. ആന്റിയൊന്നും ഒരിക്കലും ഞങ്ങൾ മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ഞങ്ങളെ സഹായിച്ചു. എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഭവനത്തിൽ തിരിച്ചു വന്നു. വീണ്ടും കുഞ്ഞിന് 3 മാസം റെസ്റ്റ് എടുത്തു. ഞാൻ കുഞ്ഞിന്റെ സ്കൂളിൽ കടന്നുപോയിട്ട് കുഞ്ഞിന്റെ നോട്ട്സ് എല്ലാം മേടിച്ച് ഞാൻ എഴുതി എല്ലാം പഠിപ്പിച്ചു. എങ്കിലും കുഞ്ഞിനെ നല്ല മാർക്കോടുകൂടെ ആ സമയത്ത് എല്ലാം പാസ്സാക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രത്ലാമിൽ ഞങ്ങള് ചർച്ച് പണിതു, ഞങ്ങൾക്കുള്ള പാഴ്സനേജ് ഞങ്ങൾ പണിതു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതെല്ലാം ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഞങ്ങൾ രത്ലാമിൽ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് ഒരു ആരാധനാലയം വേണം, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം വേണം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വെളിയിലുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഇങ്ങനെ രത്ലാമിൽ ആരെങ്കിലും ആരാധനയ്ക്ക് വേണ്ടി, ആരാധന സ്ഥലത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ചാച്ചൻ പഠിച്ച ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളിനോട്, അവിടുത്തെ അതിന്റെ ഫൗണ്ടറിനോട് വിളിച്ച് ചോദിപ്പാൻ തക്കോണം ഇടയായി. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഉടനെ തന്നെ അവർ സാമ്പത്തികമായിരിക്കും നന്മകൾ ചെയ്തെന്ന് ഞങ്ങൾ സ്ഥലം മേടിച്ചു. പിന്നീട് അവിടെ ചർച്ചിന്റെ ബിൽഡിംഗ് പണിതു. എല്ലാം പണിതൊക്കെ കഴിഞ്ഞു. അതിനുശേഷമായിട്ടാണ് കർത്താവിന്റെ ആത്മാവ് ദേവദാസനോട് പറയുന്നത്, ഞാൻ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ നീ ഇവിടെ നിന്ന് ഇറങ്ങുപോന്ന്. അപ്പം ദൈവത്തിനൊരു സംശയം ഉണ്ടായിരുന്നു. ഈ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ചെയ്തു തന്നപ്പോ ഇനി ഇവരിവിടെ നിന്ന് പോവോ, അത് ഇവിടെ തന്നെ തങ്ങി കൂടാനുള്ള പ്ലാൻ ആണെന്ന്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ഞങ്ങളെ കുറിച്ച് അതല്ലായിരുന്നു. ഇനിയും അവിടെ മാത്രം ലിമിറ്റായിട്ട് നിൽക്കാനല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2005 ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഭോപ്പാലിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ദർശനം ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിരിക്കുന്ന ഭോപ്പാൽ സിറ്റിയിലോട്ട് ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല, ശൂന്യാവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു വരുന്നത്. അന്ന് ഞങ്ങളുടെ ഇളയ മകന് ജനിച്ചിട്ട് 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മൂത്ത 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു മോളും ഒരു മോനും. മൂന്നാമത് ഒരു ആൺകുഞ്ഞും കൂടെ ഉണ്ടായി. അവൻ അന്നേരം 1.5 വയസ്സേ ഉള്ളൂ. അപ്പൊ 2005 ഞങ്ങൾ ഭോപ്പാലിലോട്ട് യാത്ര തിരിച്ചു. അന്ന് ഞങ്ങളുടെ വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങൾ വന്ന് അവിടെ വരുമ്പോൾ മറ്റൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീട് ഞങ്ങൾക്ക് ക്രമീകരിച്ചു. അപ്പൊ അതിന്റെ പുറകിലും ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ വീടും ഒരു മലയാളി, അവിടുത്തെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഒരു മലയാളി വിശ്വാസിയുടെ വീടാ. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലോട്ട് ഏതെങ്കിലും ഒരു ദൈവദാസനെ അയക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ദേവദാസൻ അത് കേട്ടിട്ട് ആ വീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ആക്കി വെച്ചു. അവിടെ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ വളരെ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല, സഭയില്ല, സഭാ ചാർജ് ഇല്ല, ഞങ്ങൾക്ക് വരാൻ ഒരു ഇൻകം ഇല്ല, ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ മൂത്ത 2 പേരെയും അവരെ സ്കൂളിൽ പഠിപ്പിക്കണം. ഇളയ കുഞ്ഞിനാണെങ്കിൽ പാൽ പോലും മേടിക്കാനുള്ള പൈസ ഇല്ല. അങ്ങനെ വളരെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഓരോ ദിവസം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് നാളുകൾ സ്കൂൾ തുറന്നിട്ട് കുഞ്ഞുങ്ങളെ വിടാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എല്ലാം പൈസ വേണം. അവിടെയുള്ള ക്രിസ്ത്യൻ സ്കൂള്, നല്ല CBSE സ്കൂളിലെല്ലാം കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അഡ്മിഷനൊക്കെ കിട്ടി. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടും ഇവർക്ക് യൂണിഫോം മേടിക്കാൻ ഇല്ല. അപ്പൊ ടീച്ചർമാർ വഴക്ക് പറയാൻ തുടങ്ങി, യൂണിഫോം ഇല്ലാതെ വരാനൊക്കത്തില്ലെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു കരഞ്ഞ് കുഞ്ഞുങ്ങൾ 2 പേരും മുട്ടിമേലിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടി സമയാസമളിലെല്ലാം ദൈവം നൽകി തന്നു. അവർക്ക് ബുക്സ് മേടിച്ചു, അവർക്ക് യൂണിഫോം മേടിച്ചു. എല്ലാം ദൈവം അതിശയകരമായിരിക്കുന്ന രീതിയിലെല്ലാം നടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പതിയെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ മിനിസ്ട്രി ആരംഭിച്ചു. വിശ്വാസികളെ പതിയെ ആത്മാക്കളെ ദൈവം തന്നു. വലിയതായിരിക്കുന്ന ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതബാധിതർ വിടുതൽ പ്രാപിക്കുന്നു, വലിയ രോഗികളൊക്കെ കടന്നു വരുന്നവർ വിടുതൽ പ്രാപിക്കുന്നു, ആളുകൾക്ക് നന്മകൾ ഉണ്ടാകുന്നു. അപ്പൊ അതിന്നൊക്കെയും ദൈവം ഞങ്ങൾക്ക് തരും. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ആരാധന കൂട്ടം ഞങ്ങൾ കൂടി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവദാസന് ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഒരു മീറ്റിംഗ് നടത്തണമല്ലോ, ആരെങ്കിലും ഒരാളെ നമുക്ക് വിളിക്കണമല്ലോ, ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കണം എന്നുള്ള ആഗ്രഹം മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓർത്ത് എന്ത് വിചാരിക്കും. അപ്പൊ ഒരു ദേവദാസി പറഞ്ഞു, ഞാൻ വരാം, മീറ്റിങ്ങിന് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മീറ്റിങ്ങിന്. അപ്പൊ ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരുമ്പോ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, ദേവദാസി വരുന്നുണ്ടല്ലോ, ഇച്ചിരി പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും മേടിച്ചും കൊണ്ട് പോകാമായിരുന്നു, ഒന്നുമില്ലാതെ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്ന് വളരെ നിരാശയോടുകൂടെ ഗേറ്റൊക്കെ തുറന്നു വണ്ടി കയറ്റിയിട്ടു. ദേവദാസൻ വണ്ടി തന്നെ ഇരുന്നു കൊണ്ട് ഏതോ ഒരു ക്രിസ്ത്യൻ മാഗസിൻ ഉണ്ടായിരുന്നു, അത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വന്ന് കതക് തുറന്നു, അകത്തോട്ട് കയറി. ഇപ്പൊ കതക് തുറന്നപ്പോ ഇങ്ങനെ കതകിൽ എന്തോ ഒരു സാധനം തടയുന്നത് പോലെ. അപ്പൊ ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു ജനല് മാത്രം അല്പം ഇങ്ങനെ തുറന്നു കിടപ്പുണ്ടായിരുന്നു. കതവും പൂട്ടിയിട്ടിട്ട്
പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ കതക് തുറന്നപ്പോ എന്തോ ഇങ്ങനെ ഒരു വെയിറ്റ് പോലെ. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു കവർ കിടക്കുന്നു തുറന്നിട്ട്. കവർ ഞാൻ ചോദിച്ചു ആരും വല്ല കൺവെൻഷന്റെ നോട്ടീസ് വല്ലതും ഇട്ടതായിരിക്കും ഞാൻ വിചാരിച്ചത്. കവർ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോ പൈസ ഇങ്ങനെ ഇത്. അപ്പൊ ഇത് എന്നാ 2006 2007 സമയമാണ്. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ പൈസ കണ്ടപ്പോഴേ ഞാൻ പറയാൻ തുടങ്ങി മിറക്കിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒച്ചയുണ്ടാക്കി. അപ്പൊ ദേവദാസ് വണ്ടിക്കകത്ത് എന്തു പറ്റി എന്തു അടിയും ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വന്നുകൊണ്ട് പൈസ കണ്ടു. ഞങ്ങൾ ആ പൈസ എടുത്തപ്പോ 2200 രൂപയുണ്ട്. അപ്പം അതിന്റെ അകത്ത് ഒരു ലെറ്ററും കൂടെ എഴുതി വെച്ചിരിക്കുന്നു. ദേവദാസൻ കുടുംബമായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് മറുപടി നൽകി. അതിന്റെ ഒരു ഉപകാരമായിട്ട് ഞങ്ങൾ ഇത് ദൈവനാമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നു എന്ന് ക്രിസ്തുവിൽ ഒരു സഹോദരനും സഹോദരിയും പേര് പോലും വെളിപ്പെടുത്താതെ ഒരു കാർഡില് ദൈവം പൈസ കൊണ്ടുവന്ന് ഇട്ടു. അപ്പൊ അവർ ഈ ഫ്രണ്ടിൽ ഒരു ജനലിന്റെ ഒരു അല്പം തുറന്നു കിടപ്പുണ്ടായിരുന്നു. അതിൽ കൂടെ അവർ എറിഞ്ഞിട്ടിട്ട് പോയതാ. മതിൽ ചാടി കടന്ന് അവർ എറിഞ്ഞിട്ടിട്ട് പോയി. അവർ നോക്കാമായിരുന്നു അത് അടച്ചിട്ടേക്കുവാണല്ലോ, ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുവാണല്ലോ, പിന്നെ ആണെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ ദൈവത്തിന് അറിയാം നമ്മുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ. നമ്മൾ ഓരോ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ ഒരിക്കലും വഴിയിലിട്ടേച്ച് പോകത്തില്ല എന്ന് ദൈവം ഞങ്ങളെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ പഠിപ്പിച്ചു. ഏതോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം അതിന് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അതുപോലെ ഞങ്ങളെ രത്ലാമിലായിരുന്നു വലിയ ക്രൂസൈഡുകൾ കൺവെൻഷനുകൾ ദൈവദാസൻ നടത്തി. ആരോടും ഒരു പൈസ പോലും ചോദിച്ചില്ല. പക്ഷെ ജനം ഞങ്ങൾക്ക് തന്നു പൈസ. അതുപോലെ ഭോപ്പാലിൽ കടന്നതിന് ശേഷം അവിടെ അതിന് മുൻപുണ്ടായിരുന്നു വലിയ ദൈവദാസന്മാരെ കൊണ്ട് ഒന്നും പറ്റാത്തതായിരിക്കുന്ന പ്രവൃത്തി ദൈവദാസനിൽ കൂടെ ദൈവം അവിടെ നിവർത്തിച്ചു. അനേക ക്രൂസൈഡുകൾ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വലിയ അറിയപ്പെടുന്ന ദൈവദാസന്മാരെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ശുശ്രൂഷിക്കുവാൻ വലിയ അനുഗ്രഹങ്ങൾ കോൺഫറൻസുകളൊക്കെ നടത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ദൈവത്തിന്റെ മക്കളെ കുറിച്ചുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവം അത് കൈവിടത്തില്ല. ദൈവം അത് പഠിക്കുമേൽ ദൈവം നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രികളൊക്കെയും ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നു. ഭോപ്പാലിൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വലിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ ആരാധന മാറ്റിക്കൊണ്ടിരുന്നു. ഒരു കോളേജിൽ ഞങ്ങൾ ഒരു ചെറിയൊരു റൂം വാടകയ്ക്ക് എടുത്ത് താമസിച്ചുകൊണ്ടിരുന്നു. വേറെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം മൊത്തം പൊടിയൊക്കെ പിടിച്ചൊരു സ്ഥലമായിരുന്നു. എന്നാലും ദൈവത്തിന്റെ നീതിയാണ്. നമ്മൾ എങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് ദുഃഖങ്ങളിൽ കൂടെ പോയി ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ ജനം കൂടി വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുമ്പോൾ നമ്മെ ഒരിക്കലും ദൈവം കാണാതെ പോകത്തില്ല. ആ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഉപകാരത്തെ ദൈവം നൽകി തരും. കാരണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഒരു സമയത്ത് ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകളാണെങ്കിലും ഈ കഷ്ടതകൾ ഒന്നും കഷ്ടതയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനേക്കാൾ വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരുണ്ട്. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചത് പലതും ഞങ്ങളുടെ കുടുംബത്തിൽ പോലും പറയാത്ത, ഞങ്ങളുടെ മാതാപിതാക്കളോട് ഷെയർ ചെയ്യാത്ത, സഹോദരന്മാരോട് ഷെയർ ചെയ്യാത്ത ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം ഞങ്ങളെ മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2000 ഇയർ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് 2015 2016 കർത്താവിന്റെ ദിവസം പൂനെയിലെ ഒരു മിനിസ്ട്രിക്ക് ഒരു കൺവെൻഷൻ വേണ്ടിയിട്ട് കടന്നുപോയപ്പോൾ അവിടെ വെച്ച് കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം തന്നെ രാത്രിയില് ഒത്തിരി വിരോധികൾ കടന്നു വരുവാനും ഒത്തിരി ആക്രമിക്കാനൊക്കെ തുടങ്ങി. അന്ന് മൈക്കിന്റെ സ്റ്റാൻഡ് എടുത്ത് ദേവദാസന്റെ തലയ്ക്ക് അടിക്കുവാനും ചെവിയുടെ പാട പൊട്ടി ബൈബിളൊക്കെ വലിച്ചു കീറി അങ്ങനെ തള്ളിയിട്ടു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയി. എങ്കിലും ദൈവം അവിടെയും അത്ഭുതകരമായി വിടുവിച്ചു. ചെവിക്കൊക്കെ വളരെ വേദന കൊണ്ട് ഭാരപ്പെട്ടു. ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, അവിടെ പർദ്ദ പൊട്ടിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളതെല്ലാം കേട്ടിട്ട് തിരിച്ചു വന്നു. ഞങ്ങളത് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ അതിനുശേഷം പിന്നെയും കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ എല്ലാം അത് പൂർണ്ണമായിരിക്കുന്ന ഒരു സൗഖ്യത്തോടുകൂടെ കാണുവാൻ തക്കവണ്ണം കർത്താവിടെയായി. അതെല്ലാം അങ്ങനെ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തന്നിട്ടുണ്ട്. മോളെയാണെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് അവളെ വിടുവിച്ചു. ദൈവം അവൾക്ക് ആരോഗ്യം ബലവും ശക്തിയൊക്കെയും കൊടുത്തു, അവൾക്ക് ആയുസ് കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ 10ാമത്തെ വയസ്സ് മുതൽ അവള് കീബോർഡ് വായിച്ച് അവള് ദൈവത്തിന് വേണ്ടി പാടുവാൻ തുടങ്ങി. ദൈവം അവൾക്ക് നല്ല സൗണ്ട് കൊടുത്തു. ഇത്രയും വലിയ അനർത്ഥങ്ങളും എല്ലാം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവളുടെ ബ്രെയിനോ അല്ലെങ്കിൽ അവളുടേതായിരിക്കുന്ന ഒരു ചെവിക്കോ ഒരു പല്ലിനോ കണ്ണിനോ കൈകാലുകൾക്കോ ബുദ്ധിക്കോ ഒന്നിനും ഒരു കുറവും ദൈവം സംഭവിക്കാൻ ഇടവരുത്തിയില്ല. കാരണം ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. കാരണം ഇതിന്റെ പിറകിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, എന്റെ കർത്താവ് മാത്രം. എന്റെ കർത്താവ് കുഞ്ഞിനെ താങ്ങിയതാണ്. കാരണം ഇത്രയെല്ലാം ഈ പുറകിൽ ഇതെല്ലാം പൊളിഞ്ഞിങ്ങോട്ട് പോയി. ഇവിടെ എല്ലാം ഇത് വന്നപ്പോൾ ഒന്നുകിൽ ചെവിക്ക് പ്രശ്നം ഉണ്ടാകാമായിരുന്നു, കണ്ണിനെ കുത്തിക്കൊണ്ട് കണ്ണിനെ കാഴ്ച നഷ്ടപ്പെടാമായിരുന്നു, മൂക്കിന് എന്തെങ്കിലും ഇത് സംഭവിക്കാമായിരുന്നു, പല്ല് പോകാമായിരുന്നു, കൈകാലുകൾക്ക് എന്തെങ്കിലും സംഭവിക്കാമായിരുന്നു. ഇതൊന്നും സംഭവിക്കാതെ കുഞ്ഞ് ഇന്നും ആരോഗ്യത്തോടുകൂടെ ആയുസ്സോടുകൂടെ കർത്താവിന് വേണ്ടിയിട്ട് അവൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു, അവൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അവളിൽ കൂടെ അനേക
പ്രവർത്തികൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കുടുംബമായിട്ട് ബഹ്റൈനിൽ താമസിച്ച് ദൈവത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ വേലി രണ്ടുപേരും, അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ ദൈവത്തിന് സകല മഹത്വം കൽപ്പിക്കുന്നു. ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് തട്ടിക്കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ ശത്രുവാന്ന പിശാച് പല വെല്ലുവിളികളും പലവിധമായിരിക്കുന്ന പോരാട്ടങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എന്നാൽ നാം അത് തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. കാരണം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ദൈവം നമ്മെ ഒരിക്കലും വഴിയിലിട്ടേച്ച് പോകത്തില്ല. പ്രിയമുള്ളവരെ, ഹാലയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, എന്നെ വിളിച്ച് വേർതിരിച്ച് എന്റെ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് വേലയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ട് അനേകമായിരിക്കുന്ന കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി ദൈവം അനുവദിച്ചു. എന്നാൽ ഇതൊക്കെ ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള വർദ്ധവിന് കാരണമായിരുന്നു. ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കർത്താവ് എന്തിനിങ്ങനെ കൊണ്ടുവന്നു ഇത്രമാത്രം പ്രയാസങ്ങൾ. അതിനിടയ്ക്കൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ കടന്നുപോയി ഞങ്ങൾക്ക് ദുഃഖമൊക്കെ ഒത്തിരി ഉണ്ടായി. എങ്കിലും ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എന്തിന് ഈ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തരുന്നത്? വീണ്ടും 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 നിലനിൽക്കാത്തത്. പലരും ഞങ്ങൾക്ക് എന്ന് തോന്നിയവരും പലരും ഞങ്ങളെ വിട്ടുപോയി. പലരും ഞങ്ങൾ വിചാരിച്ചു, ഈ വ്യക്തികൾ ഞങ്ങളോട് കൂടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇവരിൽ നിന്നൊരു സഹായം ഞങ്ങൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഇവർ മുഖാന്തരം സഭ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചവര്, ഞങ്ങൾ കൊണ്ടുവന്നവര്, രാത്രിയും പകലുമില്ലാതെ ഞങ്ങൾ അധ്വാനിച്ചു വചനം വിളമ്പിക്കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നവര്, അങ്ങനെയുള്ളവരൊക്കെയും പലരും പല സമയങ്ങളിലും പല സാഹചര്യങ്ങളും മാറിപ്പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ദുഃഖം, സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം അതിൽ നിന്നൊക്കെ ഒരു കാര്യം പഠിപ്പിച്ചു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. നാം ഈ മനുഷ്യരിലൊക്കെ ആശ്രയിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇവര് കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ അങ്ങ് പോകുന്നത്. പക്ഷെ ദൈവം ചില സമയങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിടുന്നത് അത് നമ്മുടെ ആത്മീയ ഉണർവിന് കാരണമായി തീരാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രശ്നങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഈ കഷ്ടതകളൊക്കെ കടന്നു വന്നില്ല എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇത്രയും സാക്ഷ്യമായിട്ടൊന്നും നിൽപ്പാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു സിമ്പതി അവരോട് വരാറുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ മാതാപിതാക്കളില്ലാതെ വളർന്നു വന്ന ഒരു കുഞ്ഞാ. അപ്പം എന്റെ ജീവിതത്തിൽ ഞാനും അനുഭവിച്ചു എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചെറുപ്പത്തിൽ നമുക്കിതൊന്നും മനസ്സിലാക്കത്തില്ല. പ്രായമാകുമ്പോഴേ നമ്മൾ ഈ മാതാപിതാക്കൾ ഇല്ലാത്തതായിരിക്കുന്ന ആ വിലയും അവരുടേതായിരിക്കുന്ന ആ ഒരു സാമീപ്യവും ഇതെല്ലാം നമുക്ക് മനസ്സിലാകുമ്പോഴേ നമുക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പൊ ഈ യവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കാണുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങളെ, മാതാവില്ലാത്ത കുഞ്ഞ് അല്ലെങ്കിൽ പിതാവില്ലാത്ത കുഞ്ഞ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഒരു കൂടുതൽ ആത്മപ്രേരണ ലഭിക്കും. അപ്പോൾ കർത്താവിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മളെ ദൈവം ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസം കൊണ്ട് അനേകരെ ആശ്വസിപ്പിക്കുക. ഇതുപോലെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന അനേകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ കഷ്ടതകളിൽ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കരറ്റി കൊണ്ട് വേണം പോകാനായിട്ട്. കുഞ്ഞിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. മോൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഇന്ന് അവരെ അനേക സ്ഥലങ്ങളിൽ, 2 ചർച്ചകളിൽ അവിടെ തന്നെ അവർ വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കടന്നുപോയി അവർ വിളിക്കുന്ന സ്ഥലങ്ങളിൽ, ചർച്ചകളിൽ അവർ കടന്നുപോയി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, മെസ്സേജ് കൊടുക്കും, വർഷിപ്പ് ലീഡ് ചെയ്യും. മറ്റുള്ളവർ അനേക യൂത്ത്സിന്റെ മീറ്റിങ്ങിലൊക്കെയും അവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ അവിടെ ആയിരിക്കുന്നു. രണ്ടാമത്തെ മകനും ദൈവകൃപയാല് അവൻ ബൈബിൾ കോളേജിൽ പഠിച്ച കുഞ്ഞാണ്. അതിനുശേഷം MSW എടുത്തു. ഹോസ്പിറ്റലിൽ അവന് മെഡിക്കൽ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ റിസൈൻ ചെയ്ത് ഇപ്പോൾ റീസെന്റ് നാട്ടിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവന് മുൻപോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം അവന്റെ ഭാവിയെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 3 പേരും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ മാതാപിതാക്കളോടൊപ്പം അവരുടെ ചെറുപ്പത്തിൽ ഒത്തിരി അവർ സഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചില വീടുകളിലൊക്കെ അവർക്ക് സ്കൂളിലുള്ള ടൈം ആയിരിക്കും. ചില വീടുകളിലൊക്കെ ഞങ്ങൾ വിസിറ്റിങ്ങിന് പോയ വചനത്തിനൊക്കെ എന്ന് പറഞ്ഞ ചിലപ്പം 12 മണി, രാത്രി 1 മണിയൊക്കെ ആവും ചിലപ്പോൾ ഞങ്ങൾ വരുമ്പോ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ തിരിച്ചു വന്നിട്ടായിരിക്കും പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാറൊന്നുമില്ല, അത്രയും സമയമായില്ല. പിന്നെ ഇവരെ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം. നോർത്തിലൊക്കെ നേരത്തെ സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ഞങ്ങളുടെ ഒത്തിരി കഷ്ടതകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി നല്ല നല്ല ഭക്ഷണങ്ങൾക്ക് വേണ്ടി അവർ കൊതിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളോടൊപ്പം എങ്കിലും അവരൊരിക്കലും പിറുപെടുത്തിട്ടില്ല. അവരൊരിക്കലും അത് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആ സാധനം വേണം, ഈ സാധനം എന്ന് ഒരിക്കലും വാശി പിടിച്ചിട്ടില്ല. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, ദൈവത്തിന്റെ കൃപയാൽ വളർത്തപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവരിന്നും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളോടൊപ്പം വരികയും ശുശ്രൂഷയിൽ പങ്കുചേരുകയും പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിക്കുന്നു, പ്രയർ ലീഡ് ചെയ്യേണ്ടടുത്ത് പ്രയർ ലീഡ് ചെയ്യുന്നു, യൂത്ത്സിന് വേണ്ടി അവർ ചെയ്യുന്നു. എല്ലാ പ്രവർത്തനവും ദൈവനാമത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട്
പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കുഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരിലെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ബികോം വിത്ത് ACCA. ഇപ്പൊ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് മോൻ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പൊ നാട്ടിലോട്ട് വരുവാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് അപ്പോഴത്തേനും സമയവും നമ്മുടെ തീരുമല്ലോ. 2021 മുതൽ എന്റെ ശരീരത്തിൽ അല്പമായിരിക്കുന്ന വേദനയും പ്രയാസത്തിലൊക്കെ ഞങ്ങൾ അന്ന് ഭോപ്പാലിലാണ്, അല്പമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി. അപ്പൊ എല്ലാവരും വിചാരിക്കും സഹോദരിമാർക്കൊക്കെ ഒരു ഏജ് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ശരീരത്തിന്റെ വേദനകൾ, നടുവിന്റെ പ്രയാസങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഞാനും അത് അത്രയല്ല സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനോർത്തും ഓക്കെ അതിൻ്റെതായിരിക്കുന്ന രീതിയിലൊക്കെ അങ്ങ് പോകട്ടെ. പിന്നെ അങ്ങനെ ജോലികളൊക്കെ അങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3rd ഫ്ലോറിലാണ് താമസിക്കുന്നത്. താഴെ ചർച്ചും അതിന് ഏറ്റവും താഴെയാണ് സ്കൂൾ. അപ്പൊ ഈ സ്റ്റെപ്സുകൾ കയറി ഇറങ്ങും. എനിക്ക് ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യമെങ്കിലും സ്റ്റെപ്സുകൾ ഞാൻ കയറി ഇറങ്ങും. കാരണം സ്കൂളിൽ പോകണം, പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ വരും, വന്നു കഴിഞ്ഞ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉടനെ വിസിറ്റിങ്ങിന് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാണ് പിന്നെ തിരിച്ചു വരുന്നത്. പിന്നെ വീട്ടിലെ ജോലികള്, ഇടയ്ക്ക് വേലക്കാരുണ്ട് എങ്കിലും അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്രയും വിചാരിച്ചില്ല. 2022 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് നടുവേദന കൂടി വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കാൽസ്യത്തിന്റെ കുറവാണ്, വിറ്റാമിൻ ഡിയുടെ കുറവാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരിമാർ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ നടുവേദനയ്ക്ക് വരുമ്പോൾ ദൈവം സൗഖ്യമാക്കും എന്ന് നാം പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മെ സൗഖ്യമാക്കും, കറക്റ്റ് ആണത്. പക്ഷെ എങ്കിലും നാം ശ്രദ്ധിക്കേണ്ടത് നാം ശ്രദ്ധിക്കണം. കർത്താവ് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും. നാം വിശ്വാസികളായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. കാരണം ഞാൻ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന ഇനി ഒരു സഹോദരിമാർക്കും വരല്ലേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ 2022 ഞാൻ കാണിച്ചപ്പോൾ എന്നോട് ഡോക്ടർ ഇതാ പറഞ്ഞത്, അല്ലാതെ എന്റെ ഡിസ്ക് ബൾജ് ആയിരുന്നു അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഒന്നും അവർ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാൻ ഒന്നും അവർ പറയുന്നില്ല. അവർ പറയുന്നത് രാവിലെ വെയിൽ കൊള്ളണം, വിറ്റാമിൻ ഡി കഴിക്കണം, പിന്നെ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ്സ് കഴിക്കണം, എല്ലാം ഓക്കെ ആയിക്കോളും. ഒരാഴ്ച ഞാൻ കഴിച്ചു, അതിലൊന്നും എനിക്ക് ഒരു കുറവുണ്ടായില്ല. അപ്പൊ ചില ഞങ്ങളുടെ അവിടുത്തെ വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവര് അവിടുത്തെ ഹോസ്പിറ്റലിൽ നഴ്സുമാരായിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യേ ആന്റി, ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ദിവസം ഫിസിയോതെറാപ്പി ചെയ്യിപ്പിച്ചു. അത് ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് 4ാമത്തെ ഫ്ലോറിലാണ്, അതിങ്ങനെ സ്ലോപ്പ് ആയിരിക്കുന്ന ഇതാണ്. സ്റ്റെപ്പ് കയറണമെങ്കിൽ സ്ലോപ്പ് ആയിരിക്കുന്ന ഇതിൽ കൂടെ കയറി പോകണം. ലിഫ്റ്റ് ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റലാണ്, പക്ഷെ ലിഫ്റ്റ് അവിടുത്തെ കേടായി കിടക്കാം. അപ്പൊ ഞാൻ ഈ അവിടുത്തെ വരെ കയറി പോയി ഈ ഫിസിയോതെറാപ്പി ചെയ്ത് തിരിച്ച് ഇറങ്ങി വരുമ്പോഴത്തേനും എന്റെ ചെയ്തതൊക്കെ തീരും. പിന്നെ വീട്ടിൽ വന്ന് തിരിച്ചും ഈ 3rd ഫ്ലോറിലോട്ട് ഞാൻ കയറുമ്പോഴത്തേനും ഈ ചെയ്തതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അങ്ങനെ ഞാൻ ചെയ്തു, 10 ദിവസം ചെയ്തു, ഒരു ഗുണവും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു അപ്പൊ അവര് പറഞ്ഞു ഏറ്റവും ഉയർന്ന ഒരു ഡോക്ടർ കൊണ്ട് അവരെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കുഴപ്പങ്ങൾ, സാരമില്ല ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വിട്ടു. എന്നാൽ ഓക്കെ ഡോക്ടർ പറഞ്ഞല്ലേ, നമ്മൾ ഡോക്ടർമാരുടെ കാര്യങ്ങൾ നമ്മൾ വലിയ കാര്യമായിട്ട് അപ്പോഴെ എങ്ങനെ നമ്മളങ്ങ് സ്വീകരിക്കുമല്ലോ. ഞാൻ പിന്നെയും ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ചെയ്തിട്ടും എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ എനിക്ക് കുനിയാൻ പറ്റുന്നില്ല, എനിക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. കിച്ചണിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് രാവിലെ എല്ലാം കാര്യങ്ങൾ തൂത്തു തുടയ്ക്കാനൊക്കെ ഒരാൾ വരും, രാവിലെ തന്നെയുള്ള ഫുഡ് ഉണ്ടാക്കും, രാത്രിത്തോളം ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്നാൽ അതുപോലും എനിക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇതില്ല. പിന്നെ ഞാനൊരു കസേര ഇട്ടിട്ട് കസേരയിൽ ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളാരും അടുത്തില്ലല്ലോ, എല്ലാവരും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട്. മൂത്ത മോളും വിവാഹം കഴിഞ്ഞ് പോയി, 2ാമത്തെ മോനാണെങ്കിൽ ഞങ്ങളോടൊപ്പം ഡൽഹിയിലായിരുന്നു, 3ാമത്തെ മോനുണ്ട്. കുഞ്ഞാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും, പിന്നെ ദേവദാസനാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. പിന്നെ ശുശ്രൂഷകള് കാര്യങ്ങൾ, ദേവദാസന് 1 മിനിറ്റ് പോലും ഫ്രീ ആയിട്ടിരിക്കാൻ സമയമില്ല. എപ്പോഴും മീറ്റിംഗ്സുകൾ, പുറത്തു പോകുക, അല്ലെങ്കിൽ സൂമിൽ കൂടെ മീറ്റിംഗ്, അല്ലെങ്കിൽ ആരെങ്കിലും വിസിറ്റേഴ്സ് പ്രാർത്ഥിക്കാനായിട്ട് ഫോൺ വിളിച്ച് അവര് കടന്നു വരും. അങ്ങനെ എപ്പോഴും ബിസിയാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2022 ഒക്കെ ആയപ്പോഴത്തേനും, 22 ലാസ്റ്റ് ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് വളരെ തീരെ വയ്യ. അപ്പം ചർച്ചിൽ വരുന്നവരൊക്കെ പറയും ആന്റി, സിസ്റ്റർ, അല്ലെങ്കിൽ ചേച്ചി, അമ്മാമ്മ എന്തൊക്കെയാ അവർ വിളിക്കുന്നത്. അവർ പറയും സിസ്റ്റർ നല്ലൊരു ഡോക്ടറെ കാണിക്കണം കേട്ടോ, സിസ്റ്ററിന്റെ ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ നീര് വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു സൈഡിലോട്ട് വലിഞ്ഞു പോയിട്ടുണ്ട്, സിസ്റ്റർ സൂക്ഷിക്കണം, നല്ലൊരു ഡോക്ടറെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ കണ്ണാടിയുടെ മുമ്പിലൊന്നും നോക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല നമ്മുടെ ശരീരം വളഞ്ഞു പോയോ, നമ്മളിതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വേദന ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ പോവുക, ഇങ്ങനെ നടന്ന്. അത് കഴിഞ്ഞ് പിന്നെ സമയമൊക്കെ ആയി, എല്ലാം കഴിഞ്ഞ് 2022 2023 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യ, ഒട്ടും വയ്യാതെ. അപ്പൊ ഞങ്ങൾ അവിടെ വേറൊരു വലിയൊരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, മറ്റേതും പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഇത് പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ലൊരു ഹോസ്പിറ്റൽ, അവിടെ വലിയ ഡോക്ടേഴ്സ് ഒക്കെ വരുന്നത്. അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ കാണിപ്പിച്ചു കഴിഞ്ഞപ്പം ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ആദ്യം എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു എക്സ്റേയിൽ കാര്യമായിട്ട് ശരിക്കും വരുന്നില്ല, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും MRI എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MRI എടുപ്പിച്ചു. MRI എടുപ്പിച്ചപ്പോഴാണ് സംഗതി മനസ്സിലാകുന്നത്
വന്നത് എന്റെ ഡിസ്ക് എല്ലാം ബൾജായി കിടക്കുക. ഇത് അവര് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാതെ ഇത് ഒരിക്കലും പറ്റത്തില്ല, ഇതെന്തെങ്കിലും സംഭവിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആകെ പേടിച്ചു. ഞങ്ങള് ഡോക്ടറോട് പറഞ്ഞു ഓക്കെ ഇതെല്ലാം മേടിച്ചും കൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തപ്പോ ആ ഡോക്ടറിന്റെ PA ആയിട്ടിരിക്കുന്ന ഒരു മലയാളിയാണ്. മലയാളിയുടെ അടുത്ത് വന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു പാസ്റ്ററെ ഇതൊരിക്കലും ഓപ്പറേഷൻ ചെയ്യിപ്പിക്കരുത്, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് അല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാട്ടിൽ നല്ല ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നാട്ടിൽ പോയിട്ട് തിരുമിപ്പിക്കുകയൊക്കെ ചെയ്താൽ മതി, അതാകും പെട്ടെന്ന് സൗഖ്യമാകും, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക്. അപ്പൊ ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ എന്തോ ഇതിന്റെ ഗ്യാരണ്ടി നോക്കുമ്പോൾ ഡോക്ടറും പറഞ്ഞു 90% ഞങ്ങൾ ഗ്യാരണ്ടി തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ എന്തിനാ ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ പാരലൈസ്ഡ് ആകും, ചിലർക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, പിന്നെ 2 വർഷം കൂടുമ്പോൾ പിന്നെ ആ സ്ക്രൂ ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത് ചെയ്ത് പിന്നെ അത് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട എന്നാ പിന്നെ നാട്ടിലോട്ട് പോകാം. അങ്ങനെയാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട്, അതും ഞങ്ങൾ അന്നേരം വിചാരിച്ചില്ല, കാരണം എന്റെ ഇളയ മകൻ 12th പഠിക്കുന്നത്. അപ്പൊ ഞങ്ങള് മെയ് മാസത്തിൽ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് ജൂലൈ മാസത്തിൽ എന്റെ ബ്രദറിന്റെ മോന്റെ ഒരു വിവാഹം ഉണ്ടായിരുന്നു. ആ വിവാഹത്തോടനുബന്ധിച്ച് ഞങ്ങൾ കടന്നു വന്നു. അപ്പം ഇവിടെ കേരളത്തിൽ ഞാൻ പേരൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ഉള്ളതായിരിക്കുന്ന ഒരു ആയുർവേദത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറിന്റെ ഒരു കസിൻ ഞങ്ങളുടെ അവിടെ ചർച്ചിലൊരു മെമ്പറാണ്. അപ്പൊ ആ കൊച്ചിനെ ഇങ്ങനെ പോയിട്ട് സൗഖ്യം പ്രാപിച്ച് അത് മടങ്ങി വന്നപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ മതി ആന്റി, അവിടെ ആന്റി പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങൾ ഈ വ്യക്തിയോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഓക്കെ എനിക്ക് MRI അയച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾ MRI അയച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ശരിക്കും വാട്സാപ്പിൽ ക്ലിയർ ആകുന്നില്ല, ഒരു കാര്യം ചെയ്യേ പാസ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പാസ്റ്റർ വന്ന് ഞങ്ങളെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിവാഹത്തോടനുബന്ധിച്ച് കടന്നു വന്നപ്പോൾ MRIയും എല്ലാം കൊണ്ട് വന്ന് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഉടനെ ഈ ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറിന്റെ അടുത്തോട്ട് പോയി. ഡോക്ടർ കണ്ട ഉടനെ ഇത് കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും പാസ്റ്ററിന് കല്യാണത്തിനും പോകണ്ട, ഒന്നും കൂടണ്ട, ആന്റി ഇവിടെ തന്നെ അങ്ങ് പാസ്റ്റർ വന്നിട്ട് തിരിച്ചു പോക്കാം, 1 മാസത്തിനകം ഞങ്ങൾ ആന്റിയെ പൂർണ്ണമായിട്ട് മാറ്റിയേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അവരും ഒരു വിശ്വാസിയാണ്, അപ്പം നമ്മൾ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, വിവാഹത്തിന് ആങ്ങളയ്ക്ക് 2 ആമക്കളായിരുന്നു, മൂത്താളുടെ വിവാഹത്തിനും ഞങ്ങളെല്ലാം ഒരുങ്ങിയിരുന്നപ്പം പെട്ടെന്ന് കോവിഡ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഈ മോന്റെ വിവാഹത്തിനെങ്കിലും വന്നില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ വിവാഹത്തിന് വന്നത്. അപ്പൊ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു എന്താണെങ്കിലും വിവാഹത്തിന് വേണ്ടിയിട്ട് വന്നതല്ല, എല്ലാവരും കണ്ടും കേട്ടും പോകാം, വർഷത്തിൽ ഒരിക്കലല്ലേ വരുന്നത്, അപ്പം എന്താണെങ്കിലും വിവാഹം കൂടിയിട്ട് മതി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു ഓക്കെ നിങ്ങൾ പൊക്കോ, അനങ്ങരുത്, അനങ്ങി പോയേക്കരുത്, ബെഡിൽ തന്നെ ഇരുന്നോണം, യാത്ര ചെയ്യരുത്, അങ്ങനെ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ഓക്കെ ഞങ്ങൾ അതെല്ലാം പാലിച്ചു. വിവാഹമൊക്കെയും കഴിഞ്ഞു. നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അഡ്മിറ്റ് ആയി. പാസ്റ്ററിനെ അവിടെ ആക്കിയിട്ട് പാസ്റ്റർ തിരിച്ചു ഭോപ്പാലിലോട്ട് താൻ്റെ വിലയുള്ള ബന്ധത്തിൽ കടന്നുപോയി. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു മോനെ അവിടെ തന്നെ നിന്നോളൂ, കാരണം 12th ഇതേവർ ആദ്യമായിട്ടാണ് അവൻ എന്നെ പിരിഞ്ഞ് അങ്ങനെ ഇത്രയും നാളൊന്നും നിൽക്കാനുള്ള ഒരു ഇതില്ല, 12th അവന്റെ പഠനത്തെ അത് ബാധിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പം കുഞ്ഞു പറഞ്ഞു ഇല്ല മമ്മ അത് ചെയ്യിപ്പിച്ചോ, മമ്മയ്ക്ക് ഒത്തിരി വേദനയല്ലേ, ഞാനിവിടെ നിന്നോളാം, സാരമില്ല, 1 മാസം കഴിയുമ്പോൾ മമ്മ തിരിച്ചു വരുമല്ലോ. അപ്പം മോളും മരുമോനും മൂത്തമോനും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ ആരും വിചാരിക്കുന്നില്ല ഇങ്ങനെയുള്ള ഈ പീരിയഡ്സിൽ കൂടെ ഞാൻ ഈ കേരളത്തിൽ തന്നെ പോകുന്ന ആരും വിചാരിക്കുന്നില്ല. 1 മാസത്തിനകം ഞാനങ്ങ് തിരിച്ചു ചെല്ലുമെന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ മോൻ അങ്ങനെ പറഞ്ഞു ഓക്കെ സപ്പോർട്ടോടുകൂടെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ പ്ലാനിങ് അതൊന്നും അല്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാവരുടെയും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അവിടെ ആരും കാണാൻ അനുവദിക്കത്തില്ല, ബന്ധുക്കാരും കടന്നു വരാനൊന്നും അവർ അനുവദിക്കത്തില്ലായിരുന്നു. കഷായമായിട്ടും മരുന്നുകളായിട്ടും അവിടുത്തെ എന്തൊക്കെ പറയുന്ന തിരുമ്മലും പിന്നെ മറ്റിതിന്റെ അകത്ത് എല്ലാം ഇരുന്ന് ആകെ 1 മാസം കൊണ്ട് ഞാൻ ആളിങ്ങനെയായി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്ന് ഈ പല്ലു മരണം പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഇല്ലോസ് ഒക്കെ കണ്ടിട്ട് കരയാൻ തുടങ്ങി, അയ്യോ ഇത് എന്തു പറ്റി. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് 1 മാസം കഴിഞ്ഞിട്ട് പാസ്റ്ററിനെ തിരിച്ചു വിളിക്കാൻ വന്നപ്പം പാസ്റ്റർ പറഞ്ഞു ഇത് ഞാൻ കണ്ടതുപോലെ തന്നെയാണല്ലോ, ഇതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ലല്ലോ, അങ്ങനെ തന്നെ ഇരിക്കുന്നു, ബോഡി അങ്ങനെ തന്നെ ഇരിക്കുന്നു, എന്റെ ബോഡി ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോയിരിക്കുന്നു, അതും അതിനേക്കാൾ കൂടിയെന്ന് വേണം പറയാനായിട്ട്, അല്ലാതെ അതിന് ഒരു മാറ്റമില്ല, എന്റെ വേദനയ്ക്ക് ഒരു മാറ്റമില്ല, എനിക്ക് ശരിക്കും നിവർന്ന് നടക്കാൻ പറ്റുന്നില്ല, കാലിന് എനിക്ക് നല്ല വേദനയുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് ആംബുലൻസിന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാവരും എന്റെ ഇത് കണ്ടപ്പോഴത്തേനും ആകെ വിഷമമായി എല്ലാവർക്കും. ഇത് എന്ത് സംഭവിച്ചു? ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അനങ്ങരുത്, 3 മാസത്തെ ബെഡ് റെസ്റ്റ്, അന്നേരം കഷായം കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്.
പിന്നെ എന്നെ കാണാൻ വരുന്നവരിങ്ങനെ ഓരോരുത്തർ കാണാൻ വന്നുകൊണ്ടിരുന്നപ്പം ഓരോരുത്തരും പലരും പല ഹോസ്പിറ്റലിലും പല ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അവരവിടെ പോയിട്ട് അങ്ങനെ ശരിയായിട്ടുണ്ട്, ഇവർ ഇവിടെ പോയിട്ട് ഇങ്ങനെ ശരിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനുഷ്യരല്ലേ. അപ്പൊ എന്റെ മനസ്സിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് പോകും, കർത്താവിന്റെ ദാസന് എവിടെ പോയാലും ഞാൻ കൂട്ടത്തിൽ പോകും. ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് പോയാൽ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയാൽ, ഒരു കൺവെൻഷന് പോയാൽ, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാൽ, എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേ പോകത്തുള്ളൂ. അപ്പോൾ എന്റെ മനസ്സിലൊരാഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു സൗഖ്യമാക്കിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും മിനിസ്ട്രിക്ക് പോകണം. കർത്താവിന്റെ ദാസനാണെങ്കിൽ അതിനെക്കാട്ടി വലിയ വിഷമം ഞാനിങ്ങനെ കിടക്കുന്നത് കൊണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കിടന്നത്. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്രയൊന്നും കിടന്ന് റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പം കർത്താവിന്റെ ദാസനെ കണ്ടപ്പോൾ അതിനെക്കാട്ടി വലിയ വിഷമം. എങ്ങനെ മിനിസ്ട്രി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നുള്ള ആകെ ഒരു ടെൻഷൻ ആയിപ്പോയി. അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ട് പിന്നെയും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, തൃശ്ശൂര് ഞങ്ങൾ കൊണ്ടുപോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പല സ്ഥലങ്ങളിൽ പോയി, മാവേലിക്കരയിൽ ഞങ്ങൾ പോയി. അങ്ങനെ മൊത്തം ഞങ്ങൾ പറയുവാണെങ്കിൽ 5 ഡോക്ടർമാരെ ഇതിനു ശേഷം വീണ്ടും ഞങ്ങൾ കടന്നുപോയി കണ്ടു. എല്ലാവരും ഇതുപോലെ പല കാര്യങ്ങളാണ് പറയുന്നത്. ഒരാൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ല മറ്റുള്ള ഒരാൾ പറയുന്നത്. അങ്ങനെ പല രീതിയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ വീട്, പാസ്റ്ററിന്റെ സ്വന്തം വീട് കുമിളിയിലാണ്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാവലിങ്ങിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾ എറണാകുളത്ത് വന്നു. അങ്ങനെ ഒരു വീട് ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. അതും ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ദൈവം ഇവിടെ താമസിക്കുന്ന ദൈവത്തിന്റെ മക്കള് അവരിവിടെ ആരും താമസിക്കുന്നില്ലായിരുന്നു. അവര് വിദേശത്താണ് അവര് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നാട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വേണമെന്നും അറിഞ്ഞപ്പോ കർത്താവിന്റെ ദാസന് ആ പ്രിയപ്പെട്ടൻ ചോദിച്ചു, ഞങ്ങളുടെ ഒരു വീട് കിടപ്പുണ്ട്, പാസ്റ്റർ പോയി നോക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ. പാസ്റ്റർ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, ചെറിയൊരു വീടാ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രം താമസിക്കാനല്ലേ, നല്ല സൗകര്യവും നല്ല കാര്യങ്ങളും വെള്ളം എല്ലാം ഉള്ള റോഡ് സൈഡ് എല്ലാം ഒരു കുഴപ്പമില്ലാത്തൊരു വീട് ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് ഇവിടെ താമസിക്കാൻ വേണ്ടി നൽകി തന്നെ. എല്ലാത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കടന്നു. അങ്ങനെ ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം അവൻ 12th 82% അവൻ പാസ്സായി. അതെല്ലാം ദൈവത്തിന്റെ വലിയ കൃപയാണ്. അവൻ അവിടെ നോക്കുവാന്നൊക്കെ ഉള്ള ആൾക്കാർ, ഞങ്ങളുടെ ഒരു വിശ്വാസം എല്ലാവരും നോക്കി. എല്ലാം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, അവൻ തിരിച്ചു ഇവിടെ വന്നു. മുൻപോട്ടെല്ലാം ഞങ്ങൾ സന്തോഷകരമായി പോയി. 2023 മാർച്ച് മാസത്തില് കർത്താവിന്റെ ദാസന് അമേരിക്കയ്ക്ക് കടന്നു പോകണമായിരുന്നു. അപ്പൊ അത് നേരത്തെ ബുക്കിംഗ്, ആ മീറ്റിംഗിന്റെ എല്ലാം നേരത്തെ ബുക്കിംഗ് എല്ലാം ആയിരിക്കുന്നതാ. അപ്പം സമയമായപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല പോക്കാം. അപ്പൊ ഞാനിവിടെ തനിയാ. മോന്റെ എക്സാം കഴിഞ്ഞിട്ട് മോൻ ഏപ്രിലേ വരത്തുള്ളൂ. അപ്പം കർത്താവിന്റെ ദാസൻ പോയി കഴിയുമ്പോൾ ഞാനിവിടെ തനിയല്ലേ ഉള്ളൂ. അപ്പം കർത്താവിന്റെ ദാസനൊരു വിഷമം, എങ്ങനെയായിരിക്കും ഞാൻ തന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും എനിക്ക് അത്ര അറിയത്തില്ല, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ജോലിക്ക് വേണ്ടിയിട്ട് ഒരാൾ വരും, അവര് ജോലിയൊക്കെ ചെയ്ത് അടിച്ച് തൂത്ത് വാരിയിട്ടിട്ട് അവര് പോകും. പിന്നെ എല്ലാം ഞാൻ തനിയെ ഇരിക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല ചാച്ചന് മിനിസ്റ്റർ ചെയ്യാനുള്ളത് 3 മാസത്തേനാ പോകേണ്ടിയത്. ഞാൻ പറഞ്ഞു സാരമില്ല പൊക്കോ, ദൈവം എന്നോട് കൂടെയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരും എപ്പോഴും ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ആത്മീയമാവിൽ നമ്മൾ കടന്നു പോകുന്നു. അങ്ങനെ ഞാനിവിടെ ഇരുന്നു. അച്ചാച്ചൻ പോകുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ സോഫയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഹായ് പറഞ്ഞ അല്ലെങ്കിൽ ഒന്ന് ബൈ പറഞ്ഞൊന്ന് പോകാനുള്ളതായിരിക്കുന്ന ആ ഒരു ഇതിലൊന്നുമില്ല. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. എങ്കിലും സങ്കടത്തോടുകൂടെ നമുക്ക് അയക്കാൻ പറ്റത്തില്ലല്ലോ, കണ്ണുനീരോടുകൂടെ. ഞാൻ പതിയെ ഇറങ്ങി വന്ന് ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ ബൈ പറഞ്ഞു, സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ ബൈ പറഞ്ഞു. അച്ചാച്ചൻ പോയതിനു ശേഷം എനിക്ക് വളരെ സങ്കടം വന്നു. ഞാൻ വന്നിരുന്ന് ഞാൻ കരയാൻ തുടങ്ങി. കർത്താവേ, ഇനി എന്റെ കാര്യം എന്താകും? ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഇനി ദിവസങ്ങളിൽ മോൻ വരുവാൻ ഇനി 10 ദിവസം കൂടിയുണ്ട്. ഈ 10 ദിവസത്തിനകം കർത്താവ് ഇനി എനിക്ക് വിടുതൽ തരണം. കർത്താവിന് സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. ഞാൻ രാത്രിയിലും രാവിലെയും എഴുന്നേൽക്കുമ്പോഴല്ല, ഇവിടെ തൊട്ട് അടുത്ത് വീടില്ല, ഈ ഇതിന്റെ തന്നെ പറമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കുകയോ കരയോ പാടുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ അകത്ത് പോയിരുന്നിട്ട് സോഫയിൽ ഇരുന്നു കൊണ്ട് ഞാനിങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പാട്ട് പാടും. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞ് കർത്താവിനോട്, കർത്താവെ എന്നിൽ എന്ത് കുറവാണ് കർത്താവി ഉള്ളത്? ഈ രോഗത്തിൽ കൂടെ ഞാൻ കടന്നു പോകാനുള്ള കാരണം എന്താ? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവിശ്വസ്തതകളുണ്ടോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒരിക്കലും പിറുപിറുക്കാതെ ഇതുവരെ അത് ദൈവത്തിന്റെ സന്നിധിയിലെ പ്രാഗൽഭ്യത്തോട് പറയുവാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ ഒരു കാരണത്തിലും ഞാൻ പിറുപിറുത്തിട്ടില്ല. എനിക്ക് നല്ല വസ്ത്രമില്ലെന്നോ കിടക്കാൻ നല്ല വീടില്ലെന്നോ. ഞങ്ങൾ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞു പോയപ്പോ തറയില് ചുമ്മാ ചാക്കൊക്കെ വിരിച്ചിട്ടാ ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. നല്ല മെത്തയിൽ കിടന്നുകൊണ്ടിരുന്ന ഞങ്ങള് എന്നിട്ട് പോലും ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പിറുപിറുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് നിലനിന്നിട്ട് കർത്താവ് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു? ഞാൻ ഇനി കർത്താവിന്റെ വേല ചെയ്യണ്ടേ? അപ്പൊ ഞാൻ ലേഡീസ് മീറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അവിടെ സഹോദരിമാരുടെ മീറ്റിങ്ങുകൾക്ക് കടന്നുപോയും ശുശ്രൂഷിക്കും. ചർച്ചിലെ ദൈവദാസൻ അച്ചാച്ചൻ ഇല്ലാത്ത സമയത്ത് സഭയിൽ ശുശ്രൂഷിക്കും, പ്രസംഗിക്കും, എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവ് ഇത്രയ്ക്കും മതിയോ? ഇത് മതി, ഇനി എനിക്കൊന്ന് ശുശ്രൂഷ വേണ്ടേ? എനിക്ക് എഴുന്നേറ്റ് നിൽക്കണ്ടേ? എനിക്ക് ഇതുപോലെ പോയി ശുശ്രൂഷിക്കണ്ടേ? എനിക്ക് ഇനി
ഈ മനോഹരോട് ദൈവത്തിന്റെ വചനം പറയണ്ടേ, അനേകരെ ക്രിസ്തുവിലേക്ക് എനിക്ക് നയിക്കണ്ടേ. എന്തോ കർത്താവ് എന്റെ ശുശ്രൂഷ നിന്നുപോയോ, അത് എന്നിൽ എന്തെങ്കിലും കുറവശമുണ്ടോ, എന്താണേലും കർത്താവിനോട് പറ. ഞാനിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ അപ്പൊ ഈ 3 മാസക്കാലം ബെഡ് റെസ്റ്റ് കിടക്കുമ്പോഴൊക്കെ ഞാൻ ഒത്തിരി സൂമിൽ കൂടെ ഈ മെസ്സേജുകൾ അപ്പൊ ഈ സാക്ഷ്യങ്ങളൊക്കെയും എനിക്ക് പലരും അയച്ചു തരും. ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കാം. അപ്പൊ ഞാൻ പല സാക്ഷ്യങ്ങൾ കേൾക്കും, പല പ്രസംഗങ്ങൾ കേൾക്കും. അതൊക്കെ കേട്ട് ഞാൻ ഉറച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ഒരു നെഗറ്റീവായിരിക്കുന്ന ഒരു തോട്ട് എന്റെ ചിന്തയിൽ കടന്നു വന്നിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും കർത്താവ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലും ഉറപ്പിലും ധൈര്യത്തിലും ഞാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് 4ാമത്തെ ദിവസം ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, മകളെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും നിന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. നിനക്ക് തന്നതായിരിക്കുന്ന ഈ വേദന ഞാൻ ഒരുപക്ഷെ മറ്റൊരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവര് എന്നെ മറന്നുപോയേനെ. പക്ഷെ നിനക്ക് ഞാൻ ഈ വേദന തന്നത് ഇത് സഹിപ്പാനുള്ള ശക്തി നിന്നിൽ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവം എനിക്ക് സഹിക്കാനുള്ള ഒരു ശക്തി എന്റെ അകത്ത് തന്നിട്ടുണ്ട്. ഞാൻ പിറുപിറുക്കത്തില്ല എന്നും ഞാൻ ഈ രോഗം വന്ന ദൈവത്തെ വിട്ട് ഓടി പോകത്തില്ല എന്നും ദൈവത്തിന്റെ വേലയിൽ ഞാൻ തളർന്നു പോകുകയില്ല എന്നും എന്റെ അപ്പൻ അറിയാം, എന്റെ പിതാവിന് അറിയാം. എന്റെ പിതാവ് എന്റെ മനസ്സ് നല്ലതുപോലെ അറിയുന്നു. അതുകൊണ്ട് എന്റെ പിതാവ് എന്നെ ഈ അവസ്ഥയിൽ കൂടെ കടന്നുപോയി. കർത്താവിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നിനക്ക് കടന്നു പോകാൻ കഴിയാത്ത പരീക്ഷകളിൽ കൂടെ ദൈവം നിങ്ങളെ ഒരിക്കലും കടത്തിവിടത്തില്ല. എനിക്ക് മലയാളത്തില് കറക്റ്റ് ആയിരിക്കുന്ന വേർഡ്സ് ഒന്നും ചിലപ്പം ആ വാക്യങ്ങൾ അതുപോലെ തന്നെ പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഹിന്ദിയിലാണ് ഫുൾ നമ്മുടെ മിനിസ്ട്രി. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ വാക്യമുണ്ടല്ലോ, നിങ്ങൾ പരീക്ഷകളിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും ഞാൻ നിങ്ങൾ അതിൽ കൂടെയും ഞാൻ നിങ്ങൾക്ക് വഴിയോ ഒരുക്കുന്ന ഒരു ദൈവമാണെന്ന്. അപ്പൊ ഈ വചനങ്ങളൊക്കെയും എന്റെ കാതിൽ കൂടെ മുഴങ്ങാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എനിക്കൊരു വിടുതൽ തരണം. അന്ന് എന്റെ കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കിയതാ. എനിക്കറിയത്തില്ല എന്റെ ശരീരത്തില് എന്റെ ഭാരം എങ്ങനെ കുറഞ്ഞു, എന്റെ ഈ വളഞ്ഞിരുന്ന എന്റെ ഈ നടുവിന് ഇത് എങ്ങനെ നേരെയായി, ഞാൻ എങ്ങനെ നേരെ നടക്കാൻ തുടങ്ങി, എന്റെ കാലിന്റെ വേദന എങ്ങോട്ട് പോയി എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആരും ഇല്ലല്ലോ ഒന്ന് ഫോട്ടോ പുറകിന്ന് എടുപ്പിക്കാം. കാരണം പുറകിന്ന് നോക്കുമ്പോൾ തന്നെ ശരിക്കുള്ള ഇത് മനസ്സിലാകുന്നത് ശരിക്കും ഒരു സൈഡ് ശരിക്കും ചെരിഞ്ഞിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ കിടന്നുകൊല്ലം വിചാരിക്കുമായിരുന്നു, ദൈവമേ ഞാനിങ്ങനെ ഇനി ചുരിദാറൊക്കെ ഇട്ട് മനുഷ്യരുടെ ഇടയിൽ എങ്ങനെ പോകും, ഞാൻ സാരി ഉടുത്ത് എങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ഞാൻ പോകും. ഞാനിവിടെ ഇതിന്റെ ഇടയ്ക്ക് ഒരുമാരൊക്കെ എനിക്കൊരു സുഖമൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഇവിടെ അടുത്തൊരു ചർച്ചിൽ ഞാൻ പോകാൻ തുടങ്ങി. അപ്പൊ ഒരു ആന്റി ഉണ്ട്, അവര് പോകുമ്പോ എന്നെ കൊണ്ടുപോകും കാറിൽ. അപ്പൊ ഞാനിങ്ങനെ ഷോളെല്ലാം ഫുള്ള് ഇങ്ങനെ പുതച്ചിട്ട് ഞാൻ പോകുന്നു. സാരി ഉടുക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് നടുവിന് അതിനുള്ള ആ ഒരു ബലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മൊത്തം പുതച്ചിട്ടാ പോകുന്നത്. കാരണം പുറകെ നോക്കുമ്പോൾ നമുക്ക് നാണക്കേടാ. ആൾക്കാരെല്ലാം ചോദിക്കും എന്ത് പറ്റി ഇതെന്തെങ്ങനെ നടക്കുന്നതെന്ന്. അതൊരു സാക്ഷ്യത്തിലായിരുന്നു, അത് വേറെ കാര്യം, എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്കൊരു നാണക്കേട് അങ്ങനെ പോകാനായിട്ട്. പക്ഷെ ഈ ദൈവം എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല, ഇത് തന്നെ ഇതങ്ങ് ഇങ്ങനെ നേരെയായി എന്ന് വേണം പറയാം. എന്റെ ബോഡി ഷേപ്പ് പെർഫെക്റ്റ് ആയി, നേരെയായി, എന്റെ കാലിന്റെ വേദനകളൊക്കെ മാറി, എനിക്ക് നേരെ നിൽക്കാം. ഞാൻ പിന്നെ തുള്ളിച്ചാടി അവിടെ നിന്നുകൊണ്ട് കർത്താവിനെ ഞാൻ അങ്ങ് ആരാധിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം, ദൈവമേ നീ എന്നെ തൊട്ടതിനായി സ്തോത്രം, എനിക്ക് സൗഖ്യം തന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഞാൻ അറിയുന്നു കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇനിയും ഞാൻ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് എന്റെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും അനേക സ്ഥലങ്ങളിൽ ഞാൻ ഓടണമെന്ന് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും എന്റെ ഭർത്താവിനോടൊപ്പം വേല ചെയ്യണമെന്ന് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും അനേക നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെയും എന്റെ കൺമുമ്പിൽ ദൈവം എന്നെ കാണിക്കും. ആയുസോടും ആരോഗ്യത്തോടും കൂടെ ഇരിക്കും. കർത്താവിന്റെ ഒത്തിരി വചനങ്ങൾ എന്റെ നാവിന്മേല് എന്റെ ഹൃദയത്തിൽ കർത്താവ് ആ സമയങ്ങളിൽ തന്നു. നാം എന്ത് നാവിൽ കൂടെ പറയുന്നുവോ, ജീവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവനെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് നൽകി തരും. അത് നമ്മൾ പെറുപുറത്ത് നിരാശരായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്നേക്കുമായി വഷളായി പോകും. അപ്പൊ അങ്ങനെ ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഞാൻ അതിനുശേഷം ഒത്തിരി സൂം മീറ്റിങ്ങുകളില്, ഒത്തിരി സ്ഥലങ്ങളില്, കടന്നു പോകുന്ന സഭകളില് എല്ലാം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ അനേകർ പറയാം, ഞങ്ങളുടെ സഭകളിലും ഇങ്ങനെയുള്ളവരോട് കർത്താവിന്റെ ദാസി എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിനെ സ്തുതിച്ചു, കർത്താവ് നീ എന്നെ ഈ പരീക്ഷയിൽ കൂടെ കടത്തിവിട്ടത് ഇതിനായിരുന്നു. അനേകരെ എന്നിൽ കൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് അത് ഒരു ഉത്സാഹമായിരിക്കണം, അനേകർക്ക് അതൊരു ഉത്തേജനമായിരിക്കണം. അനേകരെ വിചാരിക്കണം ഈ രോഗം എന്ത് തന്നെയാണ്, ഒരുപക്ഷെ നടുവേദന തന്നെ വരണമെന്നില്ല, മറ്റേത് രോഗം തന്നെയാണല്ലോ. സഹോദരിമാരായിരിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് വേറെ പല അസുഖങ്ങളൊക്കെയാണല്ലോ വരുന്നത്. അത് ഏത് അസുഖം തന്നെയാണെങ്കിലും ആര് തന്നെയാണ് എങ്ങനെയൊക്കെയാണെങ്കിലും ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. പിന്നെ എനിക്കൊന്നറിയാം, ഈ സകല ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ച കർത്താവ് എന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ എന്നെ സൃഷ്ടിച്ച് എന്റെ കർത്താവിനറിയാം എന്റെ ഞരമ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ, എന്റെ അസ്ഥികൾക്ക് എവിടെ പൊട്ടുണ്ടോന്നോ, എന്റെ ബ്രെയിനിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോന്നോ, എന്റെ യൂട്രസിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് എല്ലാം എന്റെ അപ്പനറിയാം. കാരണം ആ അപ്പനല്ലേ നമ്മളെ നിർമ്മിച്ചത്, ആ അപ്പനല്ലേ നമ്മളെ മെനഞ്ഞത്. അവനറിയാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അപ്പൊ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ ആ ദൈവം നമ്മെ തൊട്ട് സൗഖ്യമാക്കും.
അത് ഏത് രോഗം, ക്യാൻസർ ആണെങ്കിലും അത് എവിടെയാണെന്നുള്ളത് എന്റെ കർത്താവിനറിയാം. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വായ് കൊണ്ട് നമ്മളൊന്ന് പറയണം, കർത്താവെ എനിക്ക് സൗഖ്യം തരണം, കർത്താവ് എനിക്ക് സൗഖ്യം തരണം, എന്റെ കുവശങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് നാം ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. പിന്നെ ചിലർ ചോദിക്കും, ഇങ്ങനെ അസുഖങ്ങളിൽ കൂടെ മരണപ്പെട്ടു പോകുന്നുണ്ടല്ലോ, അതെല്ലാം ദൈവത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തിക്ക് ഇത്ര ആയുസ് വെച്ചിട്ടുണ്ട്, ആ ആയുസിന്റെ ഇടയ്ക്ക് ദൈവം അത് വിളിക്കുന്നു. അതിൽ നമുക്കൊന്നും ദൈവത്തോട് ചോദ്യം ചെയ്യുവാനോ പരാതി പറയാനോ ഒന്നും പോകണ്ട, അതിനൊന്നും പോകാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. പക്ഷെ നാം രോഗിയായിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ ക്ഷീണിച്ചു പോകരുത്, നമ്മുടെ വേലയിൽ നാം മടുത്തു പോകരുത്. ഏതവസ്ഥയിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടാല് അക്കരെ എത്തിക്കാമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നമ്മെ അക്കരെ എത്തിക്കും. അതിന്റെ ഇടയ്ക്ക് കാറ്റുകള്, കോളുകള്, തിരമാലകള് എല്ലാം കടന്നു വരും. പക്ഷെ അതൊന്നും മുക്കി കളയുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. കാറ്റും കോളും വരത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല, കാറ്റും കോളും വരും. അവിടെയാണല്ലോ ദൈവം എഴുന്നേറ്റ് കാറ്റിനെ, കടലിനെ ശാന്തമാക്കിക്കൊണ്ട് ശിശുമാർക്ക് വേണ്ടിയിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാറ്റും കടലും വരത്തില്ല എന്നല്ല, രോഗങ്ങൾ വരത്തില്ല എന്നല്ല, എന്നും ഒരു സന്തോഷകരമായിരിക്കുന്ന ജീവിതമായിരിക്കത്തില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരും. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ മക്കളിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ മരുമക്കളിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന്, ചാർച്ചക്കാർ, ദേശത്തിൽ നിന്ന്, എങ്ങനെയൊക്കെ ആയിരുന്നാലും ദൈവം അതിൽ നിന്നൊക്കെ നമുക്കൊരു നീക്കുപോക്ക് തരുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും തളർന്നു പോകാതെ നമ്മുടെ അമരത്ത് നമ്മുടേതായിരിക്കുന്ന ഈ പടകിന്റെ, ഈ ലോകമാകുന്ന ഈ പടകിൽ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല അമരക്കാരനായി, നല്ല തോണിയിൽ നമ്മളോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിനെ ഉറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. എപ്പോഴും കർത്താവിനെ സ്തുതിച്ചും ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. എല്ലാറ്റിലും ദൈവത്തിന് സ്തോത്രം ചെയ്യും. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, എല്ലാത്തിനും ജാഗരിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ ദൈവം നമ്മളിൽ പ്രസാദിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മറ്റാ ഒരു ശക്തിക്കും നമ്മൾ തകർത്ത് കളയുവാൻ കഴിയില്ല. ശത്രു പരിശ്രമിക്കും. കാരണം അവന്റേതായിരിക്കുന്ന അത് അവന് കൊടുത്തിരിക്കുന്ന, അവനുള്ളതായിരിക്കുന്ന അത് തന്നെയാണല്ലോ. ദൈവമക്കളെ ഉപദ്രവിക്കണമെന്നും ദൈവം മക്കളെ ഇല്ലാതാക്കണമെന്നും അവരുടെ വിശ്വാസം നിഷ്ഫലമാക്കി കളയുമെന്നും ഒക്കെയാണല്ലോ സാത്താന്റെ പരിശ്രമം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നമുക്ക് ജയം തരുന്ന ദൈവമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. അവൻ നമ്മുടെ ആയുസിനെ കൂട്ടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആയുസോടും ആരോഗ്യത്തോടും കൂടിയിരുന്ന ദൈവനാമത്തെ വർണ്ണിക്കുമെന്ന 91 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. അവന്റെ രക്ഷയെ അവൻ നമുക്ക് കാണിച്ചു തരും. ഒരർത്ഥവും എനിക്ക് ഭവിക്കില്ല, ഒരു ബാധ്യം എന്റെ കൂടാരത്തിനിടയ്ക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വഴികളിലെല്ലാം നമ്മെ കാക്കുവാൻ തക്കവണ്ണം അവൻ നമുക്ക് കാവൽക്കാരനായിട്ടുണ്ട്. അവൻ നമ്മുടെ പരിപാലകനായിട്ടുണ്ട്. ഉറങ്ങാത്തവനായി, ഉറക്കം തൂങ്ങാത്തവനായി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതിനാൽ ഈ ദൈവത്തെ ഇനി നമുക്ക് സേവിക്കാം, ഈ ദൈവത്തിന്റെ വേലയിൽ പിന്തുടരാം, ഈ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് മുന്നേറാം. അനേകർക്ക് വേണ്ടി നമ്മൾ ഒരു അനുഗ്രഹിക്കുന്ന, ജീവിക്കുന്ന പത്രങ്ങളാക്കി ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് ദൈവസന്നിധി താഴ്മയായി അതിനെ തന്നെ സമർപ്പിക്കുന്നു. തുറന്നും അതിനു വേണ്ടിയും അതിന്റെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങള് ഭോപ്പാൽ, ഇൻഡോർ, ഡൽഹി എല്ലാ സ്ഥലങ്ങളിലൊക്കെ ആദ്യമായിട്ട് ഞാൻ ഈ അസുഖം വന്നതിന് ശേഷം കടന്നുപോയി ശുശ്രൂഷിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഇനിയുമുള്ള സമയങ്ങളിലും അതുപോലെ ഞങ്ങൾ പൂർണ്ണമായി വിടുതൽ അനുഭവിച്ചതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി വീണ്ടും ഞങ്ങളുടെ ശുശ്രൂഷകൾ വീണ്ടും മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചർച്ച ഉണ്ട്. ഞങ്ങൾ താൽക്കാലികമായി ദേവദാസനെ അവിടെ ആക്കിയിരിക്കുന്നു. സഭ നടക്കുന്നു, ശുശ്രൂഷ നടക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്നും രാവിലെ ബ്ലസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൂം മീറ്റിംഗ് ഞങ്ങളെ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലുള്ള മിക്കവാറും അത് ഹിന്ദിയിലാണ്. അനേക ദേവദാസന്മാര്, ജയിലിൽ കഴിയുന്നവര്, ജയിലിൽ നിന്ന് ഇറങ്ങിയവര്, അങ്ങനെയുള്ളവരൊക്കെയും അറ്റൻഡ് ചെയ്യുന്ന ഒരു സൂം മീറ്റിംഗ്, ഒരു പ്രയർ, ഭാരതത്തിന് വേണ്ടിയിട്ട്, ഒരു ഉണർവിന് വേണ്ടിയിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് ഞങ്ങൾ ഉണ്ട്. 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററാണ് അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ക്രമീകരിക്കുന്നത്. അങ്ങനെ അതും ക്രമീകരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ഒരു ആശ്വാസം വിടുതലുമായിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഫിസിക്കൽ മീറ്റിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇൻഡോർ 2 ദിവസം അതിനൊരു കോൺഫറൻസ് വെച്ചിരുന്നു. ഞങ്ങൾ അതിന് പോയി വളരെ സന്തോഷകരമായി ഞങ്ങൾ കടന്നു വന്നു. ഇനിയും കർത്താവ് അനുവദിച്ചാല്, ഞങ്ങളുടെ ആയുസ് കർത്താവ് നീട്ടി തരുന്നെങ്കിൽ കർത്താവ് ഞാൻ വീണ്ടും നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നോക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. സാക്ഷ്യം കേൾക്കുന്ന ഏവർക്കും ദൈവം നിങ്ങളെല്ലാവരും ബലപ്പെടുത്തട്ടെ. എങ്കിലത്തെ സമയത്തെ അനുവദിച്ചു തന്ന പ്രിയ സിസ്റ്ററോടുള്ള, ജോയ്സ് ടിവിയോടുള്ള ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ദൈവം തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ ദാസിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം കർത്താവിന്റെ ദാസിയിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മെ എത്രയും നേരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവിന്റെ ദാസിയുടെ ഈ ജീവിതാനുഭവങ്ങള് ഏറ്റവും ഒരു അനുഗ്രഹവും ഉത്തേജനവും ആത്മീക വർധനവിനും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പ്രിയദാസി പ്രാർത്ഥിച്ചാട്ട് ചുരുക്കം ചില വാചകങ്ങൾ.
ഹല്ലേലൂയ. പരിശുദ്ധനായിരിക്കുന്ന നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവെ, നല്ല വൈകിയ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അടിയനെ സാക്ഷ്യത്തിനായിട്ട് ഒരുക്കി നിന്റെ ദാസിയെ കർത്താവെ അടിയനെ സാക്ഷ്യം വിവരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു മുഖാന്തരമായിട്ട് കർത്താവ് മാറ്റി. നിന്റെ മകളുടെ ശുശ്രൂഷകളെയും ഈ മിനിസ്ട്രിയെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അടിയൻ പറഞ്ഞതായിരിക്കുന്ന ഒരു സാക്ഷ്യം കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. കർത്താവെ അടിയന്റെ സാക്ഷ്യം കേൾക്കുന്ന അനേക ജീവിതങ്ങൾക്ക് അതൊരു ആശ്വാസം, വിടുതലും ആത്മീയ വർധനവിന് കാരണമായി തീരട്ടെ കർത്താവെ. അനേക അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവെ. ഭാരത്തോടും ചിന്തകളോടും കൂടി ഇരിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ, ആശ്വാസം ഉണ്ടാകട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നൽകി തന്ന കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി സ്തോത്രം. അടിനെ തന്നെ സമർപ്പിക്കുന്നു. അടിന്റെ കുടുംബത്തെ, തലമുറകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ആനും അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. ഞാനോ കുറയണം കർത്താവെ, നീയോ ഞങ്ങളിൽ കൂടെ വളരണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. ദാസി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരേക്കും ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഹല്ലേലൂയ സ്നേഹവന്ദനവും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചു. ആമേൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ.